नमः परमर्षिभ्यो नमः परमर्षिभ्यः। हरिः ओम्। यस्यान्तन्नादिमध्यं न हि करचरणं नामगोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो नानपुंसं न च स्त्रीः नाकारं नो विकारं न हि जनिमरणं नास्ति पुण्यं न पापं तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि। सदाशिवसमुद्भूतशुद्धज्ञानैकरूपिणीं रमणाचार्यसम्पूर्णां वन्दे गुरुपरम्पराम्। उपासकानां यदुपासनीयम् उपात्तवासं वटशाखिमूले तद्धाम दाक्षिण्यजुषा स्वमूर्त्या जागर्तु चित्ते मम बोधरूपम्। अद्राक्षम् अक्षीणदयानिधानम् आचार्यम् आद्यं वटमूलभागे मौनेन सन्दर्शित महर्षिलोकस्य तमोनुदन्तम्। विद्राविताशेषतमोगणेन मुद्राविशेषेण मुहुर्मुनीनां निरस्य मायां दयया विधत्ते देवो महान् तत्त्वमसीति बोधम्। अपार सच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकम् अहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः। कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनां सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयम्। योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्य किल शक्तिधरस्वधाम्ना। अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्। भद्रं कर्णेभिः शृणुयाम देवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैः तुष्टुवांसस्तनूभिः व्यशेम देवहितं यदायुः। स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्दधातु। ॐ शान्ति शान्ति शान्तिः। കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇപ്പം നമുക്ക് മഴയുടെ രൂപത്തിലുള്ള ഭഗവാനെയാണ് ഇപ്പം കാണുന്നത്. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, നല്ല ചൂട് ഞാനാണ്, മഴയും ഞാനാണ്. തപാമി അഹം അഹം വർഷം നിഗൃഹാമി ഉത്സൃജാമി ച. മഴയെ പെയ്യാതാക്കണതും നല്ല ചൂടുണ്ടാക്കണത് ഞാനാണ്, പിന്നെ മഴ പെയ്യുന്നത് ഞാനാണ്. ഇപ്പോൾ മഴയാണ്, മഴയുടെ രൂപത്തിൽ ഉള്ള ബ്രഹ്മദർശനം, ഈശ്വര ദർശനം.
നിങ്ങളൊക്കെ ഇരിക്കോ? ശരിയായിട്ടൊന്ന് ഇരിക്കും നോക്കട്ടെ. യോഗത്തില് ആദ്യത്തെ പടി ഇരിക്കുകയാണ്. ആസനം, സ്ഥിരസുഖമാസനം. സുഖമായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ ഇരിക്കാം. എന്നുവെച്ചാൽ ഇങ്ങനെയൊന്നുമല്ല, നല്ലവണ്ണം സ്റ്റഡിയായിട്ട് നേരെ ചൊവ്വ ഇരിക്കാന്നർത്ഥം. ആദ്യം ഇരിക്കാൻ പഠിക്കാം. നമ്മൾക്ക് വിഷയം വളരെ വളരെ ഗംഭീരമായ ഒരു വിഷയമാണ് തന്നിരിക്കുന്നത്. മാണ്ഡുക്യ ഉപനിഷത്തും രമണ മഹർഷിയും. എന്നിട്ട് കുറെ കുട്ടികളെയും മുമ്പിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെയാണ് ഉള്ളിൽ കയറി വരുമ്പോൾ നല്ല സുന്ദരമായി ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് സ്വാഗതം ചെയ്തത് അവരാണ്. വേദാന്തം പറയണത് എല്ലാ വേദാന്തമൊക്കെ പഠിച്ചിട്ട് പിന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ ഇവരെ പോലെ ആവണം എന്നാണ്. കഷ്ടകാലത്തിന് അവര് നമ്മളെ പോലെ ആയിപ്പോവും. കുറെ കഴിയുമ്പോൾ കുറച്ച് വലുതാവുമ്പോൾ ഈ ചിരിയൊക്കെ പോവും, ഈ സന്തോഷമൊക്കെ പോവും. വേദാന്തത്തിന് ബൃഹദാരണ്യകോപനിഷത്തില് ഒരു മന്ത്രമാണ്, പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത്. നല്ലവണ്ണം വേദാന്തം ശ്രവണം ചെയ്ത് മനസ്സിലാക്കി എല്ലാം കഴിഞ്ഞ ശേഷം അതൊക്കെ അങ്ങോട്ട് ഒരു വശത്ത് വെച്ച് ബാല്യേന തിഷ്ഠാസേത്, കൊച്ചു കുട്ടികളെ പോലെ സ്വതന്ത്രമായിട്ട് തീരണം. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ശരീരം വലുതായാലും കുട്ടിത്തം പോവാതിരിക്കണം. പറ്റുമോ? ഇതേപോലെ സന്തോഷമായിട്ട് ചിരിച്ച് രസിച്ചൊക്കെ ഇരിക്കാൻ കഴിഞ്ഞാൽ അധ്യാത്മമായി. മാണ്ഡുക്യ ഉപനിഷത്ത് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നോട്ടീസിൽ കേട്ടിട്ടുണ്ട് അല്ലേ? നോട്ടീസില് കണ്ടു. ഒരു രാജാവ് പറഞ്ഞു, നാട്ടില് 4 വേദവും പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് സ്വർണ്ണ കങ്കണം, കയ്യിലിട്ടിരിക്കുന്ന സ്വർണ്ണ കങ്കണം തരാം എന്ന് പറഞ്ഞു. പല ആളുകളും വന്നു. എല്ലാവരും ഇത്തിരി പഠിച്ചിട്ടുണ്ട്, കുറച്ച് പഠിച്ചിട്ടുണ്ട്, ഒരു മന്ത്രം പഠിച്ചിട്ടുണ്ട്, ഒരു വേദം പഠിച്ചിട്ടുണ്ട്. 4 വേദം പഠിച്ചവരെ കിട്ടിയില്ല. അപ്പൊ അടുത്ത് ഈ കുന്തം പിടിച്ച ഒരാൾ നിൽക്കില്ലേ രാജാവിന്റെ അടുത്ത്? അല്ലെ, എന്താ പറയാ അയാള്? അടയാൾ. അപ്പൊ അയാള് പറഞ്ഞു, എനിക്ക് തരുമെന്ന്. ഈ കങ്കണം എനിക്ക് തരൂ. ഇപ്പൊ രാജാവ് ചോദിച്ചു, താൻ 4 വേദം പഠിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ 4 വേദം, അതുകൊണ്ട് എനിക്ക് വേദം 4 ഇപ്പൊ മനസ്സിലായില്ലേ, അപ്പൊ എനിക്ക് തന്നൂടെ? എളുപ്പം ഇല്ലേ? അതുപോലെ മാണ്ഡുക്യ ഉപനിഷത്ത് എന്ന് നോട്ടീസിലുണ്ടല്ലോ, അതോടെ കഴിഞ്ഞു. മണ്ടൂകെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടോ? അല്ലേ? കേട്ടിട്ടുണ്ടോ? മണ്ടൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തവള. ഓ, അപ്പോ കിണറ്റിലുള്ള തവളയെ എന്താ പറയാ? എന്തോ പറയല്ലോ നമ്മള്. ഒന്നും അറിയാത്ത ആള് ഈ നാട്ടുംപുറത്ത് ഉള്ള ആള് വേറെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ പറയും ആളുകള്, എന്തോ പറയും, കൂപമണ്ടൂകം, കിണറ്റിന്റെ ഉള്ളിലെ തവള എന്ന് പറയും അല്ലേ? വിവേകാനന്ദ സ്വാമികൾ ഒരു കഥ പറയുന്നുണ്ട്. ഈ കിണറ്റിന്റെ ഉള്ളിലുള്ള തവള കഥ അമേരിക്കയിൽ പോയിട്ട് എവിടെയോ ഒരു പ്രഭാഷണം നടത്തി വിവേകാനന്ദ സ്വാമികൾ. എവിടെയാ? ഓ, ഷിക്കാഗോ. അപ്പൊ ഷിക്കാഗോയില് ആ പ്രഭാഷണം നടത്തുമ്പോ അവിടെ നമ്മുടെ ഈ കൂപമണ്ഡൂകത്തിനെയും കൂട്ടിക്കൊണ്ടുപോയി ഒരു കഥ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ആളുകള്
മറ്റൊന്നും അറിയാതെ അവരവരുടെ ലോകത്തിൽ ഇരിക്കുമ്പോൾ അവരെ കുറിച്ചാണ് ഈ കൂപമണ്ഡൂകം എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഈ മണ്ഡൂകം തവള കിണറ്റിൻ്റെ ഉള്ളിൽ തന്നെ ജനിച്ച് വളർന്ന തവളയാണ്. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻസൈഡ് ദ വെൽ. കിണറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച് കിണറ്റിൻ്റെ ഉള്ളിൽ വളർന്ന തവളയാണ്. അപ്പൊ അത് പുറം ലോകമൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഒരു ദിവസം പുറത്തു നിന്നൊരു തവള ഈ കിണറ്റിലേക്ക് ചാടി വന്നു. അപ്പൊ ഈ തവള ആശ്ചര്യമായിട്ട് നോക്കി. തന്നെ പോലെ ഒരു വിദ്വാൻ വന്നിരിക്കണു. അപ്പൊ ചോദിച്ചു, താൻ ആരാ? പൂ അറിയും, ആധാർ കാർഡ് ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഈ തവള പറഞ്ഞു, ഞാന് സമുദ്രത്തിന്ന് വരികയാണെന്ന് പറഞ്ഞു, കടലിൽ നിന്ന് വരികയാണ്. അപ്പൊ ഈ തവള പറഞ്ഞു, കടൽ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ജലരാശി, ധാരാളം വെള്ളമുള്ള സ്ഥലം. അപ്പൊ ഈ തവളയ്ക്ക് തൃപ്തിയായില്ല. കാരണം അത് ഈ കിണറല്ലാതെ ഒന്നും കണ്ടിട്ടില്ലേ. അപ്പൊ അത് പറഞ്ഞു, ഇത്ര വെള്ളം ഉണ്ടാവുമോ? തവള ഇങ്ങനെ കൈ കാണിച്ചാൽ അത്ര ഉണ്ടാവും അല്ലേ? ഇത്ര വെള്ളം ഉണ്ടാവുമോ? ഇങ്ങനെയൊന്നും ഭാവന ചെയ്യാൻ ഒക്കില്ല തനിക്കാണ്. ഇത്ര വെള്ളം ഉണ്ടാവുമോ? അതിനേക്കാളും ഒക്കെ കൂടുതൽ. അപ്പൊ ഈ തവള നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചാടി, ഇത്ര ഉണ്ടാവുമോ? അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ ഒക്കില്ല, സമുദ്രം. അപ്പൊ ഈ കിണറ്റിന്റെ പകുതി സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു, ഈ കിണറ്റിന്റെ പകുതി ഉണ്ടാവോ? തന്റെ കിണറിനോടൊന്നും ഇതിനെ ഉപമിക്കാൻ പറ്റില്ല, സമുദ്രത്തിനെ. ഒന്ന് കൊടുത്തു. എന്തിനാന്ന് വെച്ചാൽ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, എന്റെ കിണറിനേക്കാളും വലുതായിട്ട് ഒന്നുമില്ല. അപ്പൊ ഈ തവള പറഞ്ഞു, ഇവനെ എങ്ങനെ മനസ്സിലാക്കും? കാരണം വേറൊന്നും കണ്ടിട്ടില്ല. അപ്പോ മുകളിലുള്ള ആകാശം കാണിച്ചു കൊടുത്തു. കിണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കാണുമല്ലോ. കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ ആകാശം കണ്ടോ? ആണുണ്ട്. അതിനോടൊന്ന് തുലനം ചെയ്ത് നോക്കുക. അതിന് തുലനം ചെയ്താൽ അതിപ്പോ കിണറ്റിൻ്റെ ഉള്ളിലല്ലേ ഇല്ലേ? ആ തവള നോക്കുമ്പോ ആകാശം കിണറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പൊ ഈ തവള പറഞ്ഞു, താനെ എന്റെ കൂടെ പോരാ, നമ്മൾ ആദ്യം ആകാശം കാണാം എന്ന് പറഞ്ഞ് പതുക്കെ ഈ തവളയെ നിർബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ഓരോരോ പടികളായി കയറി പുറത്തു വന്നു. പുറത്തു വന്ന് ഇത് ആകാശം നോക്കുമ്പോൾ അത് അന്താളിച്ചു പോയി. പിന്നീട് സമുദ്രം കണ്ടു. അപ്പോഴാണ് ഇത്രയും വലുത്. ഇതുപോലെ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുക, നമ്മളുടെ ഈ ലോകം മാത്രമേ ഉള്ളൂ. ഞാനും എൻ്റെ ഈ ശരീരവും ഞാൻ കാണുന്ന ഈ ലോകവും, ഇതാണ് എൻ്റെ വലിയ എൻ്റെ ലോകം, ഇതാണ് എൻ്റെ പ്രപഞ്ചം. ലോക എന്നാണ് സംസ്കൃതം വാക്ക്. ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കുക അല്ലേ? അതേത് ഭാഷ? ഇംഗ്ലീഷാണോ? എന്നാ ഞാൻ പറയണു സംസ്കൃതമാണ്. ലുക്ക് എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? എന്നാൽ ഞാൻ സമ്മതിപ്പിക്കും. ലുക്ക് എന്നാണ് ധാതു. സംസ്കൃതത്തില് ആലോക്യ, ആലോകയതി, ലോകഹ എന്നുള്ള വാക്ക് ലുക്ക് എന്നുള്ള ധാതുവിൽ നിന്നാണ് വന്നത്. അപ്പോ അതിൽ നിന്നാണ് ഇംഗ്ലീഷില് LOOK ലുക്ക് വന്നത്. ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകൾ സംസ്കൃതമാണ്, നിങ്ങൾക്കറിയോ? ഇംഗ്ലീഷിൽ അമ്മയ്ക്ക് എന്താ പറയാ? സംസ്കൃതത്തിൽ എന്താ പറയാ? അമ്മയോ? മാത അല്ലേ? മാതൃ ശബ്ദം മദറാണ്. മാതൃ മദർ. ഏട്ടന് എന്താ പറയാ? സഹോദരന് ബ്രദർ. സംസ്കൃതത്തിലോ ഭ്രാത, ഭ്രാതൃ ബ്രദർ. സിസ്റ്റർ, സ്വസ്രു സിസ്റ്റർ. ഒരുപാട് വാക്കുകൾ പറയാം, വരി വരിയായിട്ട് പറയാം.
അയാം എന്ന് പറഞ്ഞ എന്താ? ഞാൻ അല്ലേ? സംസ്കൃതത്തില് അഹം. നീ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ? യു. സംസ്കൃതത്തിലോ യൂയം അല്ലേ? ഞങ്ങള് എന്ന് പറയണതിന് വി, വയം ഒക്കെ വാക്കുകളൊക്കെ ഒരേ വാക്കാ. ഇപ്പൊ ഇത് എന്തിനാ പറഞ്ഞ? ലോക, കാണപ്പെടുന്നത് എന്നർത്ഥം. ഈ കാണപ്പെടുന്നതാണോ ലോകം? നമ്മള് കാണുന്നതാണോ ലോകം? നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക അല്ലേ? 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ ലോകത്തിനെ കാണുന്നു. ചില ജീവികളുണ്ട്, അവർക്ക് 3 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ. ഇപ്പൊ ചെടികൾക്ക് ജീവനുണ്ടോ ഇല്ലയോ? അപ്പൊ അവരെങ്ങനത്തെ ലോക കാണുമോ? നമ്മളെ പോലെ ഇങ്ങനെ കാണുമോ? ഇത് സ്കൂളാണ് നമുക്ക് കാണുമോ? അവര് കണ്ടിരുന്നെങ്കിൽ എപ്പോഴോ ഓടിപ്പോയിട്ടുണ്ടാവും അല്ലേ? ഓടാനും വയ്യല്ലോ. അപ്പൊ ചെടികള് ഇന്ദ്രിയങ്ങള് നമ്മളെ പോലെയല്ല, അവർക്ക് കാണുന്ന ലോകവും നമ്മളെ പോലെയല്ല. അതേപോലെ ഒരു സെൻസ്, ഒരു ഇന്ദ്രിയം മാത്രമുള്ള ജീവികളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ലോകം വേറെ. അപ്പൊ ഇന്ദ്രിയത്തിനനുസരിച്ച് കാണപ്പെടുന്ന ലോകം മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ലോകം എത്ര കണ്ട് ഉണ്മയാണ്? നമ്മൾ കിണറ്റിലെ തവളയെ പോലെ ഇത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞിരിക്കുക. ഈ ആകാശം, ഭൂമി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതാണ് ലോകം എന്ന് പറഞ്ഞിരിക്കുക. ഇതാണ് നമ്മളെ മാണ്ഡുക്യ ഉപനിഷത്ത് നമുക്ക് കാണിച്ചു തരാൻ പോണത്. ഇതാണ് ഈ പ്രപഞ്ചം വാസ്തവമാണോ? എന്താണ് ഇതിന്റെ സ്വരൂപം? ഓമിത്യേതദക്ഷരമിദഗും സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യദിതി സർവമോംകാര ഏവ യച്ഛാന്യതൃകാലാതീതം തദപ്യോംകാര ഏവ. മാണ്ഡുക്യ ഉപനിഷത്ത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സകലതും ഓംകാരമാണ്. ഓം ഇത്യേതദ് ഇദം സർവം, ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവനും ഓം എന്നുള്ള ഒറ്റ ശബ്ദത്തിൽ, മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നു. ഹിമാലയത്തില് അൽമോറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വിവേകാനന്ദ സ്വാമികൾ അവിടെ പോയപ്പോ അദ്ദേഹത്തിന് ഈ ഉള്ളിൽ ഇങ്ങനെ ചിന്തയായിരുന്നു, എന്താണ് ഈ ഓംകാരത്തിന്റെ രഹസ്യം, പ്രണവത്തിന്റെ രഹസ്യം? എന്തിനാണ് ഓംകാരത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തത്? ഈ അനുസന്ധാനം ഉള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് അതിന്റെ ദർശനം ഉണ്ടായി എന്നാണ് പറയുന്നത്. അവിടെ വെച്ച് ആ ശബ്ദത്തിന്റെ മൂലരൂപം, ശബ്ദത്തിന് 4 പാദങ്ങളുണ്ട് എന്നാണ്. ആ 4 പാദങ്ങളിൽ നമ്മളൊക്കെ പറയണത് വൈഖരി ശബ്ദമാണ്. എന്താണ് വൈഖരി ശബ്ദം? ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ട് കേട്ടാൽ അല്ലേ, ഇപ്പൊ ഞാൻ പറയുമ്പോ ഒരു ജീവനുള്ള വ്യക്തി, ആ വ്യക്തിയുടെ വായിൽ നിന്ന് ശബ്ദം വരണം. ഇത് തന്നെ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇടുന്നതെങ്കിൽ ഇതേപോലെ വരും ശബ്ദം ഇല്ലേ? ഒരു പക്ഷെ ഇതിനേക്കാളും നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേൾക്കാൻ പറ്റും. റെക്കോർഡിങ് അത് ജഡശബ്ദമാണ്. അപ്പോ അതിന് ചൈതന്യത്തിന്റെ സാന്നിധ്യമില്ല. അപ്പ് വരുന്നതല്ലാതെ അത് മുമ്പ് ഉണ്ടാക്കിയത് റെക്കോർഡ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുന്നതാണ്. അപ്പൊ ആ ശബ്ദത്തിനെ കുറിച്ചൊന്നും ശാസ്ത്രമൊന്നും ഇപ്പൊ പറയണില്ല. ശാസ്ത്രം പറയണത് ഇപ്പൊ ഞാൻ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ കേൾക്കണം. ഇത് എന്റെ ശബ്ദം പറഞ്ഞു വൈഖരി വാക്ക്. ഇത് പറയാതെ ഞാൻ ഉള്ളിൽ തന്നെ പറഞ്ഞാൽ അത് ഉപാംശുവാണ്, മധ്യമ. എന്താണ് മധ്യമ? വായിൽ വന്നില്ല, മനസ്സിൽ മാത്രം ഞാൻ എന്താണ് പറയേണ്ടത്, ഇവിടെ വന്ന് എന്താണ് പറയേണ്ടത് എന്നൊക്കെ ഞാൻ കാറിൽ എങ്ങനെ ആലോചിച്ച് വെച്ചോണ്ട് നിങ്ങളെ കണ്ടപ്പോ ഒക്കെ മറന്നുപോയി. വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചപ്പോ
നിങ്ങളിങ്ങനെ ഇരിക്കണത് കിഷ്കിന്ധയിൽ കടൽ കിടക്കാൻ ഇരിക്കണ പോലെ ഇരിക്കണത് കണ്ടപ്പോ ഞാനൊക്കെ മറന്നുപോയി, എല്ലാം മറന്നു. അപ്പോ ഇതിപ്പോ ചാക്യാറുകൂത്ത് പോലെ ആവാൻ പാടില്ല മഴയത്ത്. അപ്പോ അവിടെ മധ്യമ, എന്താ പറഞ്ഞ മധ്യമ അല്ലേ? അതും അല്ലാതെ മനസ്സിൽ മാത്രം മനനം ചെയ്യാണെന്ന് വെച്ചോളൂ. നിങ്ങളിപ്പോ ഇവിടുന്ന് പ്രഭാഷണം കേട്ടിട്ട് ഉള്ളിലിങ്ങനെ മനനമാണ്. അതിന് പശ്യന്തി എന്ന് പറയും. എന്താ പശ്യന്തി എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ എന്താ? പശ്യതി, പശ്യത, പശ്യന്തി, പശ്യന്തി വാക്ക്. പശ്യന്തി വാക്കാണ്. എന്താണ് അറിയോ? എവിടെയോ എന്ത് നോക്കുന്നു, നോക്കുന്നു, നോക്കുന്ന, നോക്കാം. ഉള്ളുകൊണ്ട് നോക്കുകയാണ്. സ്വപ്നം കാണുന്നില്ലേ അല്ലേ? സ്വപ്നം എങ്ങനെ കാണുന്നു? സ്വപ്നം കാണുമ്പോ നിങ്ങളുടെ ആർക്കും കണ്ണടയില്ല. നല്ലത്, ഞാൻ വേണമെങ്കിൽ ഇട്ടേക്കാം. സ്വപ്നം കണ്ണടയില്ലെങ്കിൽ സ്വപ്നം അങ്ങോട്ട് വൃത്തിയായിട്ട് വെടുപ്പായിട്ട് കാണില്ല എന്നുണ്ടോ? നന്നായിട്ട് കാണുമോ? സ്വപ്നം കളറാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? കളറോ എന്ന് പറയാൻ പറ്റും. അപ്പോ സ്വപ്നം കാണുന്നു അല്ലേ? സ്വപ്നം കാണുമ്പോ സ്വപ്നത്തിലിപ്പോ നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നു എന്ന് വെച്ചോളൂ. ഞാൻ മാത്രമേ ഉള്ളൂ ആ മുറിയില്, ഞാനല്ലാതെ വേറെ ആരുമില്ല. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ കാണുന്നു. നിങ്ങളൊക്കെ ഇവിടുന്ന് വന്നു. അവിടെ ഒരാളുണ്ട് കണ്ണട. ഇങ്ങനെ വന്നു സ്വപ്നത്തില് വന്നു. എങ്ങനെ വന്നു? നിങ്ങളാരും വന്നില്ല അല്ലേ? ഞാൻ തന്നെയാണ് നിങ്ങളൊക്കെ. ഞാൻ കിടന്ന് സ്വപ്നം കാണുമ്പോ സ്വപ്നത്തിൽ കാണുന്ന വ്യക്തികളൊക്കെ ഞാൻ തന്നെയാണ്. എന്നിൽ നിന്ന് അന്യമായിട്ട് വേറെ ഒരു സാമഗ്രിയും ഇല്ലാതെയാണ് ആ റൂമിൽ ഞാൻ കിടക്കുന്നത്. ഞാൻ തന്നെ ഈ കാണുന്ന ആളുകളൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. കാണുന്നതും ഞാൻ തന്നെയാണ്, കാണപ്പെടുന്ന വസ്തുക്കളും ഞാൻ തന്നെയാണ്. ഇത് സ്വപ്നം. ഇപ്പൊ എന്തായി? ഇപ്പൊ കാണുന്ന ഒരവസ്ഥ. ഇതിനെന്തു പറയും? ഇപ്പോ ജാഗ്രത്, ജാഗ്രത് എന്ന് പറയും. വേക്കിംഗ് സ്റ്റേറ്റ്. ഇംഗ്ലീഷിൽ എന്താ പറയാ? വേക്കിംഗ് സ്റ്റേറ്റ്. പിന്നെ കിടന്നുറങ്ങിക്കഴിയുമ്പോ സ്വപ്നം. അതിനെന്താ? ഡ്രീം, ഡ്രീം സ്റ്റേറ്റ്. ഇനി ഇത് രണ്ട് മാത്രമേ ഉള്ളൂ അല്ല വേറെ വല്ലതും ഉണ്ടോ? നമുക്ക് സുഷുപ്തി. സുഷുപ്തി സുഖമായിട്ടുള്ള സുപ്തിയാണ് സുഷുപ്തി. സ്വം അപീതോ ഭവതി എന്നാണ് ശ്രുതി പറയുന്നത്. താൻ തന്നെ തന്നെ വിഴുങ്ങിക്കളയുന്ന അവസ്ഥ. ഉറങ്ങിക്കഴിയുമ്പോ സുഷുപ്തിയില് ഒരു ചിന്തയില്ല, ഒരു ചിത്തവൃത്തികളില്ല, ലോകമില്ല. ഇല്ലേ? നിങ്ങളുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? നോക്കാം. ഉണ്ടോ? ഞാൻ അപ്പൊ മരിച്ചുപോയോ? ഇല്ല. എണീറ്റിട്ട് എങ്ങനെയുണ്ടായിരുന്നു? സുഖമായിട്ടിരുന്നു അല്ലേ? ഈ സ്കൂൾ ആരാ കണ്ടുപിടിച്ചതെന്ന് തോന്നും ഇല്ലേ? പോണമല്ലോ എണീറ്റിട്ട്, ഇതിനെ എണീപ്പിക്കണമെന്ന് തോന്നും അല്ലേ? വീണ്ടും ഉറങ്ങാൻ പോണമെന്ന് തോന്നുന്നില്ലേ? എന്നാ വല്ലതും കിട്ടിയോ അവിടെ ഉറങ്ങിയിട്ട്? ഒന്നുമില്ല. എന്തെങ്കിലും കണ്ടുവോ? കണ്ടില്ല. എന്തെങ്കിലും പാട്ട് കേട്ടോ? ഇല്ല. വല്ലതും തിന്നോ? ഇല്ല. എന്തെങ്കിലും തൊട്ടോ? ഇല്ല. ഒന്നുമില്ലാതെ പിന്നെ എങ്ങനെയാ സുഖം വന്ന്? നമുക്കിപ്പോ ജാഗ്രതയില് ഒന്ന് പാട്ട് കേൾക്കണം, സിനിമ കാണണം, എന്തെങ്കിലുമൊക്കെ വേണം. ഇതൊന്നുമില്ലാതെ സുഖമായിട്ടിരുന്നു എന്ന് പറയണം.
അല്ലേ? ആ സുഖം ഒരാൾക്ക് ഉപേക്ഷിക്കാനേ പറ്റില്ല. അതുമാത്രം ബോറടിക്കണേ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു സിനിമ എത്ര പ്രാവശ്യം കാണും? ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, ചിലർ 3 പ്രാവശ്യം, ചിലർ 10 പ്രാവശ്യമൊക്കെ കാണുമായിരിക്കും. പക്ഷെ കുറെ കഴിയുമ്പോൾ പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഡയലോഗ് എന്താണെന്ന് അറിയാം, അടുത്തത് എന്താണെന്നറിയാം, ബോറടിച്ചു അല്ലേ? വിരസത വന്നു പോകും. അതേപോലെ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ 10-12 വയസ്സായില്ലേ? ഇത്രയും വർഷത്തിനിടയിൽ എല്ലാ ദിവസവും ഉറങ്ങിയിട്ടില്ലേ? ഇനി എന്തിനാ ഉറങ്ങണ? ഇനി എന്തിനാ ഉറങ്ങണ? ഉറക്കം ഒന്ന് ബോറടിച്ചു പോകരുത്. ഉറങ്ങി ബോറടിച്ചു ഇല്ല. എന്തേ? ആ ഒരു സുഖം വിരസതയെ തോന്നുന്നില്ല, ബോറടിക്കണേ ഇല്ല. എന്നും ഉറങ്ങിയാലും ഒരേപോലെ, എപ്പോ ഉറങ്ങിക്കഴിഞ്ഞാലും സ്വപ്നമില്ലാതെ ആ ഉറക്കം സുഖമായിട്ടുണ്ട്. ഒന്നും അറിഞ്ഞൂല്ല അല്ലേ? എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള സുഖമല്ല, ഒന്നും അറിഞ്ഞില്ല. എഴുന്നേറ്റിട്ട് പറയണ സുഖമായിരുന്നു. ഈ അവസ്ഥ എന്താ? സുഷുപ്തി. ഇപ്പൊ എന്തൊക്കെയായി? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഇല്ലേ? മാണ്ഡുക്യ ഉപനിഷത്ത് പറയണത് ഈ 3 അല്ലാതെ മറ്റൊന്നുകൂടി ഉണ്ട്. അറിയോ? നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? അതിനെയാണ് തുരീയം എന്ന് പറയുന്നത്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം. തുരീയം എന്ന് പറഞ്ഞാൽ ചതുർത്ഥം, 4മത്തത് എന്നർത്ഥം. സംസ്കൃതത്തില് തുരീയം എന്നുള്ള ശബ്ദത്തിന് 4മത്തത് എന്നർത്ഥം. ആ 4മത്തെ അവസ്ഥയാണ് ജ്ഞാനമെന്നും സാക്ഷാത്കാരമെന്നും ഒക്കെ പറയണത്. അത് മാണ്ഡുക്യ ഉപനിഷത്തിന്റെ വിശേഷമാണ്. ഈ 3 അവസ്ഥകളും 4മത്തത്. ഈ 4ഉം കൂടെ ഓം എന്നുള്ള ഒരു ശബ്ദത്തില് അടക്കി വെക്കുകയാണ് ഉപനിഷത്ത്. ഉപനിഷത്തിന് മറ്റൊരു പേര് ശ്രുതി എന്നാണ്. എന്താ? ശ്രുതി. ശ്രുതി. ശ്രുതി എന്ന് വെച്ചാൽ ആരുടെങ്കിലും പേരുണ്ടോ? നിങ്ങളുടെ നോക്കണ്ടല്ലോ നിങ്ങള്. ശ്രുതി എന്ന് വെച്ചാൽ ഒരു പാട്ട് കച്ചേരിയിലെ ശ്രുതി കേട്ടിട്ടുണ്ടോ? പുറകെ വശത്ത് അല്ലേ മാറാതിരിക്കും. രാഗം മാറുമ്പോഴും താളം മാറുമ്പോഴും ഒക്കെ മാറുമ്പോഴും പുറകുവശത്ത് ആ ശ്രുതി മാറാതിരിക്കും. അതുപോലെ നമ്മളുടെ പുറകില് മാറാതെ ഇരിക്കുന്ന ഒരു അനുഭവമുണ്ട്. എല്ലാം മാറുമ്പോഴും പുറകില് മാറാതെ ഇരിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിനെ കാണിച്ചു തരുന്നത് കൊണ്ട് ഉപനിഷത്തുകൾക്ക് ശ്രുതി എന്ന് പേര്. മാറാത്ത വസ്തുവിനെ, സത്യത്തിനെ പറയുന്നത് കൊണ്ട് അത് ശ്രുതി. ഇനി മറ്റൊരു ഗ്രൂപ്പ് ഗ്രന്ഥമുണ്ട്, അതിന് സ്മൃതി എന്ന് പേര്. ശ്രുതി, സ്മൃതി. സ്മൃതി എന്ന് വെച്ചാൽ ഓർമ്മയെന്ന് പറയുന്നതാണ് സ്മൃതി. ശ്രുതി ശാശ്വതമായിട്ടുള്ളതാണ്, നിത്യമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ശ്രുതിയാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന് വെച്ചാൽ അർത്ഥം അറിയോ നിങ്ങൾക്ക്? എന്താ ഉപനിഷത്ത്? ഒരു പുസ്തകത്തിന്റെ പേരാണ്, സാമാന്യ അർത്ഥം അല്ലേ? ഉപ എന്ന് വെച്ചാൽ അടുത്ത്. നിഷീദതി, നിഷീദത്തെ, നിഷണ്ണ എന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന ആള് എന്നർത്ഥം. ഏറ്റവും അടുത്തിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ ഉപനിഷണ്ണാഹ, അടുത്തിരിക്കുന്നവരാണ്. ബാക്കി അവരൊക്കെ ദൂരെ നിഷണ്ണാഹ, വളരെ ദൂരത്തിരിക്കുന്നവരാണ്. നിങ്ങളൊക്കെ വളരെ അടുത്തിരിക്കുന്നവര്. ഇങ്ങനെ ഗുരുവിന്റെ അടുക്കലിരുന്ന്, വളരെ അടുത്തിരുന്ന് ശ്രവണം ചെയ്യേണ്ടതായ ശാസ്ത്രത്തിന് ഉപനിഷത്ത് എന്ന് പേര്. ഉപനിഷത്ത് ജ്ഞാനമാണ്. എത്ര ഉപനിഷത്ത് ഉണ്ടെന്ന് അറിയോ നമുക്ക്? 108. മുഖ്യമായിട്ട് എത്ര ഉണ്ട്? 10. എന്തൊക്കെ അറിയോ? അറിയില്ല. ഈശക്കേന കഠപ്രശ്ന മുണ്ടമാണ്ഡുക്യതിത്തിരിഹി ഐതരേയം ച ഛാന്തോക്യം ബൃഹദാരണ്യകം തഥാ. ഈശാവാസ്യം, കേനോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡുക്യോപനിഷത്ത്,
തൈത്തിരിയോപനിഷത്ത്, ഐതരേയോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, ഛാന്തോഗ്യോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്. എന്താ വിട്ട്? കഠോപനിഷത്ത് ആക്കില്ല. അപ്പോ ഇതില് മാണ്ഡൂക്യ ഉപനിഷത്തിലെ ആദ്യത്തെ മന്ത്രമാണ് നമ്മൾ പറഞ്ഞത്. ഓംകാരമാണ് എല്ലാം. ഈ ഓംകാരത്തിനെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം, ആ ഉ മ ആം ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ഓം ഓം ഓം. ആ ശബ്ദത്തില് അകാരണ്ട്, ഉകാരണ്ട്, മകാരണ്ട്. ശിവന്റെ പത്നിക്ക് എന്താ പേര്? ഭാര്യയ്ക്ക് പാർവതി. മറ്റൊരു പേരെന്താ? ഉമാ അല്ലേ? ഉമാ എന്നുള്ളത് തിരിച്ചിട്ടാൽ ഓമായി. അത് സൃഷ്ടിയുടെ ഉന്മുഖമായി കഴിഞ്ഞാൽ അത് ശക്തി. അത് സൃഷ്ടിയെ ഇല്ലാതാക്കുമ്പോൾ അത് ശിവം, അത് ആത്മാ, ശുദ്ധ ചൈതന്യം. അപ്പോ ഓംകാര ഏവ, സർവം ഓംകാര ഏവ. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ പ്രണവമാണ്. ജാഗ്രതും പ്രണവമാണ്, സ്വപ്നവും പ്രണവമാണ്, സുഷുപ്തിയും പ്രണവമാണ്. ഈ മൂന്നവസ്ഥകളും പ്രണവമാണ്. നാലാമത്തത് തുരീയമെന്ന് പറയുന്നതും പ്രണവമാണ്. യച്ഛാപി ത്രികാലാതീതം തദപി ഓംകാര ഏവ. സർവം ഹി ഏതദ് ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, അയമാത്മാ ചതുഷ്പാദ്, സോയമാത്മാ ചതുഷ്പാദ്. മാണ്ഡൂക്യോപനിഷത്തിലെ മന്ത്രമാണ്. ഇവിടെ കാണുന്നതൊക്കെ തന്നെ ബ്രഹ്മമാണ്. അയമാത്മാ ബ്രഹ്മ, ഇവിടെ ഉള്ള ഈ ആത്മാ, ഈ ജീവൻ ബ്രഹ്മമാണ്. ഈ ആത്മാവിന് 4 പാദങ്ങളുണ്ട് എന്ന് പറഞ്ഞു ശ്രുതി. 4 പാദങ്ങൾ. 4 പാദങ്ങൾ എന്ന് വെച്ചാൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന തുരീയം എന്ന 4 പാദങ്ങൾ. ഈ 4 പാദങ്ങളൊക്കെ കൂടിയതാണ് ആത്മാവിന്റെ സ്വരൂപം. ലോകത്തില് ഒരുപാട് ഫിലോസഫിക്ക് എന്താ പറയാ മലയാളത്തില്? എന്താ പറയാ? നിങ്ങൾ എന്താ ഒന്നും പറയാത്ത? സാഹിത്യോ? തത്വചിന്ത. ഫിലോസഫി എന്ന് വെച്ചാൽ തത്വവിചാരമാണ്, തത്വചിന്തയാണ്. സാഹിത്യമൊന്നും ഫിലോസഫി അല്ല, അത് ഫിലോസഫിക്ക് നേരെ എതിരായിട്ടുള്ളതാണ്. അപ്പൊ തത്വചിന്തയാണ്, തത്വദർശനമാണ് ഫിലോസഫി. ഭാരതീയമല്ലാത്ത തത്വദർശനങ്ങൾ പാശ്ചാത്യ ദേശത്തിലൊക്കെ ഈ ജാഗ്രത അവസ്ഥയെ മാത്രം വെച്ചുകൊണ്ടാണ്. അതിനപ്പുറം ഒന്നും ആരും ചിന്തിച്ചേയില്ല. ഈ കാണുന്ന ലോകം, ഈ ലോകം എവിടുന്ന് വന്നു? നമ്മൾ കാണുന്നതിനെ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഇതെവിടുന്ന് വന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ഈശ്വരനുണ്ടോ ഇല്ലയോ? ഈ ജഗത്തിന്റെ സൃഷ്ടിക്ക് കാരണം എന്താണ്? ജീവിതം എന്താണ്? ഇങ്ങനെ ഒരു ചോദ്യമാണെന്നല്ലാതെ നമ്മളുടെ അനുഭവമണ്ഡലത്തിനെ അപഗ്രഥിച്ച് കാണുക, അവസ്ഥകളെയൊക്കെ മാറ്റി വേറെ ഒരു പ്ലെയിനിലേക്ക് പോവാന്നുള്ളത് വേറെ ആരും ചെയ്തില്ല. അപ്പോ 3 പ്ലെയിൻ, ഒരു ഷിഫ്റ്റ് നമുക്ക് നാച്ചുറൽ ഷിഫ്റ്റാണ് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. വേക്കിംഗ് സ്റ്റേറ്റ്, ഡ്രീം സ്റ്റേറ്റ്, ഡീപ് സ്ലീപ്പ് സ്റ്റേറ്റ്. ഈ 3 സ്റ്റേറ്റുകളും നമുക്ക് നാച്ചുറൽ ഷിഫ്റ്റാണ് അല്ലേ? നമ്മൾക്ക് പ്രതിദിനം നമ്മൾ ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും നടക്കും. ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വപ്നം കാണും, സ്വപ്നവുമില്ലാതെ സുഖമായിട്ട് ഉറങ്ങും, പിന്നെയും സ്വപ്നത്തിലേക്ക് വരും, പിന്നെ ജാഗ്രതത്തിലേക്ക് വരും. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഈ യാത്ര.
ഉപനിഷത്ത് പറയുന്നത് ഒരു മത്സ്യം ഒരു തടാകത്തിന്റെ അക്കരയ്ക്കും ഇക്കരയ്ക്കും പോകുന്ന പോലെ ഈ ജീവൻ ഈ അവസ്ഥകളിലേക്ക് ഇങ്ങനെ മാറി 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 സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോ അതില് ഈ തുരീയം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അനുഭവത്തിൽ നമ്മൾക്ക് പിടികിട്ടാത്തത്. ബാക്കി 3 അവസ്ഥകളും എല്ലാവർക്കും ഉണ്ട്. ഈ തുരീയം എന്നുള്ള അവസ്ഥയെ സാക്ഷാത്കാരമെന്നും ജ്ഞാനമെന്നും ബോധമെന്നും ബൗദ്ധന്മാര് ബോധി എന്നൊക്കെ പറഞ്ഞു. അതിന് ഈശ്വര ദർശനം എന്ന് പറഞ്ഞു ഈ തുരീയത്തിന്. അങ്ങനെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം. ആ തുരീയ അവസ്ഥയെ നേടിയെടുത്ത ആ തുര്യാവസ്ഥ പ്രാപിച്ചവരെ നമ്മൾ ജ്ഞാനികള് എന്ന് വിളിക്കണം. നമുക്ക് തൽക്കാലത്തിലേക്ക് ആ അവസ്ഥയ്ക്ക് ഒരു പേര് കൊടുക്കാം. എന്താന്ന് വെച്ചാൽ സമാധി എന്ന് പേര്. സമാധി മരിച്ചുപോയിട്ടുള്ള സമാധി അല്ല കേട്ടോ, അത് തെറ്റായ വാക്കാണ്. അങ്ങനെ മരിച്ചുപോയി കഴിഞ്ഞിട്ട് ശവം അടക്കം ചെയ്യണത് ശവകുടീരം എന്നാണ് പറയുന്നത്. അത് സമാധിയല്ല. ജ്ഞാനികൾക്ക് മാത്രം ചിലപ്പോൾ സമാധി മണ്ഡപം എന്ന് പറയും. എന്താന്ന് വെച്ചാൽ അവര് ആ സമാധി ദർശിച്ചവരാണ്. സമാധി എന്ന് വെച്ചാൽ സമമായ ധീ, ബുദ്ധി, മനസ്സ് ശാന്തമായി നിശ്ചലമായി ഉള്ളില് പരമാത്മസത്യം പ്രകാശിക്കുന്ന അവസ്ഥയെ സമാധി എന്ന് പറയും. അതിന് ഒന്നുകൂടെ പറയും നിർവികൽപ്പ സമാധി എന്ന് പറയും. വികല്പം എന്ന് വെച്ചാൽ സംശയം, വിപരീത ജ്ഞാനം, അജ്ഞാനം, ഇതൊന്നും ഇല്ലാതെ ഉള്ള സൂര്യതുല്യം ആത്മതത്വം ഉള്ളിൽ പ്രകാശിക്കുന്നതിനെ നിർവികൽപ്പം, ഇതിനെ തുരീയം എന്ന് പറയും. ഈ തുര്യാവസ്ഥയെ എന്തിനു വേണ്ടി അപ്പൊ തുര്യം ഇങ്ങനെ ഇരുന്നാ പോരെ, ഈ ജാഗ്രത സ്വപ്നം സുഷുപ്തി മതിയല്ലോ എന്ന് വെച്ചാൽ നമുക്ക് ദുഃഖമുണ്ട് ലോകത്തില്. ആ ദുഃഖം കാണുമ്പോൾ നമ്മൾക്ക് പല വിധത്തിലുള്ള ദുഃഖമുണ്ട്. നിങ്ങൾക്ക് ബുദ്ധന്റെ കഥ കേട്ടിട്ടുണ്ടോ? ബുദ്ധന്റെ പേരെന്താ? പൂർവ്വ പേര് സിദ്ധാർത്ഥൻ അല്ലേ? സിദ്ധാർത്ഥൻ ആരുടെ കുട്ടിയായിരുന്നു? ആശാരിയുടെ മകനോ മൂശാരിയുടെ മകനോ? ആരാ? രാജാവിന്റെ മകൻ അല്ലേ? അപ്പൊ രാജകുമാരനായിരുന്നു, ഒരു പ്രിൻസ് ആയിരുന്നു. ഇപ്പൊ രാജകുമാരനായിരുന്ന സിദ്ധാർത്ഥന് കുട്ടി ജനിച്ചപ്പോ തന്നെ ഒരു ജ്യോത്സ്യൻ കണ്ടിട്ട് പറഞ്ഞു, ഇയാള് ഒന്നിൽ സന്യാസിയാവും, ഇല്ലെങ്കിൽ രാജാവാവും, വലിയ ചക്രവർത്തിയാവും. അപ്പൊ രാജാവ് വിചാരിച്ചു, എന്റെ മകൻ സന്യാസി ആവരുത്, ചക്രവർത്തി ആവണം. അതിനു വേണ്ടിയിട്ട് എല്ലാരെയും അറിവുള്ളവരെയൊക്കെ വിളിച്ച് ചോദിച്ചു, എന്റെ മകൻ സന്യാസി ആവാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ആളുകൾ പറഞ്ഞു, എല്ലാ സുഖസാമഗ്രികളും കൊടുത്ത് വളർത്തുക. ഒരിക്കലും ഇയാൾ ദുഃഖം കാണരുത്, ലോകത്തിൽ ദുഃഖം ഉണ്ടെന്ന് കാണരുത്, വിഷമങ്ങൾ ഉണ്ടെന്ന് കാണരുത്. അതുകൊണ്ട് സുഖം മാത്രം കാണിച്ചു വളർത്താം, ഒരു വിധത്തിലുള്ള വിഷമമായിരുന്നു. അപ്പൊ അച്ഛൻ രാജാവാണല്ലോ, എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. വേനൽക്കാലത്ത് താമസിക്കാൻ നല്ല, ഇന്നത്തെ കാലത്ത് AC എന്ന് വെച്ചോളൂ, അന്നത്തെ കാലത്ത് നല്ല തണുപ്പായി ധാരാളം മരമൊക്കെ വെച്ച് നല്ല ശീതളമായ അന്തരീക്ഷമുള്ള ഒരു കൊട്ടാരം. തണുപ്പ് കാലത്ത് താമസിക്കാനായിട്ട് ഇത്തിരി ചൂടുമൊക്കെ ഉള്ള ഒരു കൊട്ടാരം. മഴ പെയ്യുമ്പോൾ അത് കാണാനുള്ള ഒരു കൊട്ടാരം. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത്രേ. ബുദ്ധൻ തന്നെ പിന്നീട് ഇതൊക്കെ പറയുന്നുണ്ട്. എൻ്റെ വീട്ടില് എൻ്റെ അച്ഛൻ എൻ്റെ അരമനയിൽ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ലോകത്തിൽ ദുഃഖമേ കാണരുത്, പുറത്തുള്ള ഒരു ദുഃഖവും ഈ കുട്ടി കാണരുത്, അങ്ങനെയൊക്കെ നോക്കി വളർത്തി. പക്ഷേ ഇത്രയൊക്കെ വളർത്തിയാലൊക്കെ കാണുമല്ലോ, കുറച്ച് കുറച്ച് കാണും, അറിയും, ചിന്തിച്ചിട്ടുണ്ടാവും, വിചാരം ചെയ്തിട്ടുണ്ടാവും. കല്യാണമൊക്കെ കഴിഞ്ഞു, ഭാര്യ ഗർഭിണിയായി, കുട്ടി ജനിക്കാൻ പോണു. ആ സമയമായപ്പോൾ അച്ഛൻ വിചാരിച്ചു, ഇനിയിപ്പോ രാജാവാവേണ്ട ആളാണ്, എല്ലാം കാണണം. ഇനിയിപ്പോ ഒരു കുഴപ്പമില്ല, കാരണം കല്യാണം കഴിഞ്ഞു, കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ ഇനിയൊന്നും ആരും
ഒരു പേടിക്കാനില്ല. അതുകൊണ്ട് അപ്പൊ സിദ്ധാർത്ഥൻ ചോദിച്ചു, ഞാനൊന്ന് നാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോ അവരുടെ ഒരു തേരോട്ടി ഉണ്ട്. ആ തേരോട്ടി വളരെ വളരെ വിശ്വസ്തനായ തേരോട്ടിയാണ്. അയാളുടെ പേരറിയോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ? ചാന്ന എന്നാണ് പേര്. ആ ചാന്നവനെ വിളിച്ചിട്ട് പറഞ്ഞു, സിദ്ധാർത്ഥനെ തെരുവിൽ കൂട്ടിക്കൊണ്ടു പോവാം. പക്ഷെ ഓർത്തോളുക, ദുഃഖമായിട്ടുള്ളതൊന്നും ആ കുട്ടി അധികം കാണരുത്, ലോകത്തിലുള്ള വിഷമങ്ങളൊന്നും അധികം അറിയരുത്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വരും. അച്ഛൻ അത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നു കുട്ടിയുടെ അടുത്ത്, അത്രയും പ്രിയമായിരുന്നു. അപ്പൊ ഇയാൾക്ക് 29 വയസ്സായപ്പോ കുട്ടിയൊന്നുമല്ല, യുവാവാണ്. അപ്പോ ഒരു ദിവസം ഈ തേരിൽ ഇങ്ങനെ പോകുമ്പോ പലതും പറഞ്ഞു കൊടുത്തു ഈ തേരോട്ടി. പോകുന്ന വഴിയൊക്കെ ഇതാണ് നമ്മുടെ രാജ്യം, ഇതാണ് നമ്മുടെ പ്രജകളെല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോണ്ട് വഴിയിൽ വളരെ വയ്യാതെ വയസ്സായ ഒരു വൃദ്ധനെ കണ്ടു. നടക്കാൻ വയ്യ, വളരെ ബുദ്ധിമുട്ടുന്നു. ആ ബുദ്ധിമുട്ട് ഈ തേരോടിച്ചു കൊണ്ടിരിക്കുന്ന ആള് ഒന്ന് തേര് നിർത്തിയിട്ട് കാണിച്ചു കൊടുത്തു അത്രേ. രാജാവ് എന്താ പറഞ്ഞിരിക്കണ? കാണിച്ചു കൊടുക്കാൻ പാടില്ല അല്ലേ? ഇയാള് ആ തേര് നിർത്തിയിട്ട് കാണാൻ അനുവദിച്ചു. എന്താന്ന് വെച്ചാൽ ഇയാളൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ കണ്ടു, ഒട്ടും വയ്യാതെ വയസ്സായി, കണ്ണ് കാണാൻ വയ്യ, വടി ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ പരത്തി നടക്കുകയാണ്. അപ്പൊ ആ വാർദ്ധക്യം കണ്ടു, വളരെ ഗാഠമായിട്ട് ചിന്തിച്ചു. ഈ കഥ ഓരോ ദിവസവും ഇങ്ങനെ, ഒരു ദിവസം തന്നെ എല്ലാം കണ്ടു എന്നാണ് കഥ. ഒരു പക്ഷെ ചിലപ്പോൾ പല ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. ഈ ചാന്നയുടെ കൂടെ പല ട്രിപ്പ് പോയിട്ടുണ്ടാവും. അപ്പൊ ഇയാളോട് ചോദിച്ചു, ഇത് എന്തൊരു അവസ്ഥയാണ്? ചിലപ്പോൾ ഒന്നല്ല, പലരും വയസ്സായ ആളുകളെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ചിന്ത വരിക. ഓ, ഈ വാർദ്ധക്യം എത്ര ബുദ്ധിമുട്ടാണ്. ശങ്കരാചാര്യര് പറഞ്ഞു, ഒരാള് ശ്രദ്ധിക്കണില്ലേ, അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചതി ആശാപിണ്ഡം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ശരീരമൊക്കെ ബലക്ഷയായി, മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ല, ബുദ്ധി നിൽക്കണില്ല, വൃദ്ധൻ പോകുന്നു. ആ വാർദ്ധക്യ അവസ്ഥയെ ചിത്രീകരിക്കുക മുമ്പില്. ഇതേപോലെ സിദ്ധാർത്ഥൻ കണ്ടു. ചാന്നാന്റെ അടുത്ത് ചോദിച്ചു, എല്ലാവർക്കും ഇതുപോലെ വരുമോ എന്ന് ചോദിച്ചു. എല്ലാവർക്കും വരും. രാജകുമാരനായി എനിക്കും വരുമോ? ഇപ്പൊ നല്ല സുന്ദരനാണ്, കാണാൻ നല്ല യുവാവാണ് അല്ലേ? ബുദ്ധന്റെ പടമൊക്കെ കണ്ടില്ലേ നിങ്ങള്? വയസ്സായാലും കാണാൻ നന്നായിരിക്കും അല്ലേ? അപ്പോ ചെറുപ്പത്തില് ഇനിയും നല്ല ഉത്സാഹമായിട്ടിരുന്നുണ്ടാവും. അപ്പോ എനിക്കും വാർദ്ധക്യം വരും, പല്ലൊക്കെ പോവും, കണ്ണ് കാണാതാവും, ചെവി കേൾക്കാതാവും. ആദ്യത്തെ ഷോക്ക്. കുറച്ചു ദൂരം ചെന്നപ്പോണ്ട് ശരീരത്തില് വ്യാധി, കുഷ്ഠമും അല്ലെങ്കിൽ വേറെ പല വിധത്തിലുള്ള സൂക്കേടുമൊക്കെ പിടിച്ച ആളുകളെയൊക്കെ കണ്ടു. അപ്പൊ ചോദിച്ചു, ഇതും എല്ലാവർക്കും വരുമോ? എല്ലാവർക്കും വരും. എനിക്കും വരുമോ? എനിക്കും താങ്കൾക്കും വരും. യശോദരയ്ക്ക് വരുമോ? തന്റെ ഭാര്യയ്ക്ക് വരുമോ? വരും. എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വരുമോ? വരും. അപ്പൊ വ്യാധിക്ക്, അപ്പൊ ഇത്ര വൈദ്യം ഉണ്ടല്ലോ. വൈദ്യമുണ്ട്, പക്ഷെ വ്യാധി വരില്ല എന്നൊന്നും പറയാൻ വയ്യ. അപ്പൊ നമുക്ക് ആസ്പത്രി ഉണ്ടെന്ന് പറഞ്ഞ് സൂക്കേട് വരാതിരിക്കണ്ടോ? ആസ്പത്രി ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾ മരിക്കാതിരിക്കുന്നുണ്ടോ? എല്ലാം മരണം നടക്കുന്നുണ്ട്, വ്യാധി നടക്കില്ല. അപ്പൊ രണ്ടാമത്തെ ഷോക്ക്. മൂന്നാമത്തത് ഒരു മരിച്ചുപോയ ശരീരം, ജഡം, അത് കൊണ്ടുപോണത് കണ്ടു. മൂന്നാമത്തെ ഷോക്ക്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ വല്ലാതെ മൂഡ് ഓഫ് ആയി, ഡിപ്രസ്ഡ് ആയി, മനസ്സ് അസ്വസ്ഥമായി. ഇത്രയും കാലം ഇതൊന്നും കാണാതെ വളർന്ന കുട്ടി ഇപ്പൊ അസ്വസ്ഥനായി. കുറച്ചു ദൂരം ചെന്നപ്പോണ്ട് ആളുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലുകൂടുന്നു, ചീത്ത പറയുന്നു. എന്തിനാന്ന് ചോദിച്ചാൽ വേലി നീക്കി കെട്ടിയതിനാണെന്ന് പറയുന്നു. ഒരു വീടിന്റെ ഭാഗം പിരിച്ചെടുക്കാൻ വേണ്ടി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാണ്. എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ രാഗദ്വേഷ വശംവദരായിട്ട് തീരുകയാണ്. ഇതൊക്കെ കണ്ടു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ്
കുറച്ചു ദൂരം ചെന്നപ്പോണ്ട് ഒരു ആലമരത്തിന്റെ ചുവട്ടില് സ്വസ്ഥമായി ശാന്തമായിട്ടിരിക്കുന്ന ഒരു യോഗി. അവിടെ കൊണ്ട് ചെന്ന് ചാന്ന തേരങ്ങട് ബ്രേക്കിട്ട് നിർത്തി. അപ്പൊ സിദ്ധാർത്ഥൻ ചോദിച്ചു, ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചാന്ന പറഞ്ഞു, അതാ പരിഹാരമാണ് അവിടെ ഇരിക്കണം. ഇതെന്നൊക്കെ പുറത്തുപോയാണ് തുരീയ തലത്തിലെത്തിയിരിക്കുന്നു, തുരീയ മണ്ഡലത്തിലെത്തിയിരിക്കുന്നു. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നുള്ളതിന്റെ ദുഃഖത്തിന്റെ എല്ലാ കവാടങ്ങളും കടന്ന് സ്വയം സ്വസ്ഥത നേടിയിരിക്കുന്നു, ശാന്തനായിരിക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. അതാണ് സിദ്ധാർത്ഥൻ തീരുമാനിക്കാൻ കാരണം. തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരുമ്പോ ഒരു കുട്ടി ജനിച്ചു എന്ന് പേര്. ഓ, ഈ ലോകത്തിലേക്കാണോ കുട്ടി വന്നിരിക്കണത്? ഈ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണോ കുഞ്ഞ്? അപ്പൊ ഈ ദുഃഖത്തിന്റെ ലോകത്തിലേക്കാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ജനനവുമായി. യതി ജന്മ ജരാ മരണം ന ഭവേത്, യതി ച ഇഷ്ടവിയോഗ ഭയം ന ഭവേത്, യതി സർവമനിത്യമിതം ന ഭവേത്, ഇഹ ജന്മനി കസ്യ രതിർന ഭവേത്. ബുദ്ധൻ പറഞ്ഞു, ഇവിടെ ജന്മം ജരാ മരണം ഇതൊന്നും ഇല്ലെങ്കിൽ, വ്യാധി ഇല്ലെങ്കിൽ, ഇഷ്ടവിയോഗം വളരെ ഇഷ്ടപ്പെട്ടവര് മരിച്ചു പോവുക, അങ്ങനത്തെ ദുഃഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാനും ഇവിടെ തന്നെ കൊട്ടാരത്തിലെ രാജകുമാരനായിട്ട് ഇരിക്കും. അപ്പൊ എനിക്കത് പറ്റില്ലല്ലോ. അങ്ങനെയാണ് രാത്രി പുറപ്പെട്ടു പോണത്, അല്ലേ? അപ്പൊ ഈ ചാന്ന ഇങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ബുദ്ധകഥകൾ പറയണത് ചില യോഗികൾ, സിദ്ധന്മാരൊക്കെ ഈ കുതിരയോട്ടിയുടെ ഉള്ളിലേക്ക് കയറിയത്രയും. എന്തിനാന്ന് വെച്ചാൽ ബുദ്ധനെ ഉണർത്താനായിട്ട്. അങ്ങനെയാണ് ഒരു കഥ പറയുന്നത്. അപ്പൊ എന്തായാലും ആ സത്യാന്വേഷണത്തിനുള്ള മൂലം ഇവിടെ ദുഃഖമുണ്ട് എന്നുള്ളതാണ്. കഠോപനിഷത്ത് കേട്ടോ നിങ്ങള്? കേട്ടോ? ആരാ പറഞ്ഞു? അതിൽ ആർക്കാ ഉപദേശിക്കണം? യമൻ നചികേതനും ഉപദേശിക്കും, അല്ലേ? യമൻ നചികേതൻ എന്താ ചോദിച്ചേ? മൃത്യു, മരണമുണ്ടോ? മരണത്തിന് അപ്പുറമുള്ള രഹസ്യം എന്താണ്? മരണത്തിന്റെ രഹസ്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? ഇവിടെ നമ്മൾ ഈ ജാഗ്രതത്തിൽ എന്തൊക്കെ നേടിയെടുത്താൽ അവസാനം മരിച്ചു പോകും. അപ്പൊ ആ മരണത്തിന്റെ രഹസ്യം എന്താണ്? മരിച്ചു കഴിഞ്ഞ ശേഷം ആളുകൾ ഉണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മരണത്തിന് ശേഷം ഉണ്ടോ ഇല്ലയോ? ഈ ചോദ്യമാണ് നചികേതന്റെ ചോദ്യം. ഇങ്ങനെ ചോദിച്ച് നചികേതസ്സിന് യമൻ ആത്മതത്വം ഉപദേശിച്ചു. നമ്മൾ ഈ തുരീയം എന്ന് പറഞ്ഞ ആ സത്യം ഉപദേശിച്ചു കൊടുത്തു. ആ സത്യമാണ് ഇവിടെ രമണ മഹർഷിയുടെ ജീവിതത്തിലും വിഷയം. ഇപ്പോ മാണ്ഡുക്യ ഉപനിഷത്തിനെ നമ്മൾ പറഞ്ഞു, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്ന് പറഞ്ഞു. അത് മുഴുവനും ആ ഉപനിഷത്ത് പ്രണവം എന്ന് വെച്ചാൽ ഓങ്കാരം, ഓങ്കാരത്തിനെ വെച്ചുകൊണ്ടാണ് പറയണത്. അകാരം, ഉകാരം, മകാരം, നാലാമത്തത് ഞാൻ പറഞ്ഞില്ല, അമാത്രം എന്നാണ്. എന്നുവെച്ചാൽ മൗനം. അമാത്ര എന്ന് പറയുന്നത് ഒരു മാത്രയും ഇല്ലായ്മ, മൗനമാണ്, നിശ്ചലതയാണ്. ആ പ്രണവത്തിന്റെ അവസാനം നിശ്ചലതയാണ്. ആ നിശ്ചലതയിൽ തുരീയം പ്രകാശിക്കുന്നു, ആത്മാ പ്രകാശിക്കുന്നു. പ്രണവത്തിന് ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരുന്നാല് മനസ്സ് ശാന്താവും. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകൾ, അല്ലേ? അത്രയേ ഉള്ളൂ. കുറെ ചിന്തകളാണ്, ചിത്തവൃത്തികളാണ് മനസ്സ്. ആ മനസ്സ് അടങ്ങിക്കഴിയുമ്പോ ഉള്ളിൽ ആ നിശ്ചലതയാണ്. ആ നിശ്ചലത്തില് ആ തുരീയം എന്ന് നമ്മൾ വിളിക്കുന്ന ആ വസ്തു ഇവിടെ തന്നെ ജാഗ്രതയിൽ തന്നെ പ്രകാശിക്കും. അതിനെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് നമ്മള് വഴി കാണാം. ഇപ്പോ ആരുടെ കഥയാ പറഞ്ഞേ? രമണ മഹർഷിയുടെ കഥയാണ് ഇപ്പൊ സൂചിപ്പിച്ചത്. രമണ മഹർഷി 1950 മഹാസമാധി പ്രാപിച്ചു. എവിടെയാണെന്നറിയോ? തിരുവണ്ണാമലൈ. അപ്പൊ മഹർഷിയുടെ ജനനവും
തമിഴ്നാട്ടില് മധുരയ്ക്കടുത്ത് തിരുച്ചുഴി എന്ന് പറയുന്ന ഒരു ചെറിയ കൊച്ചു ഗ്രാമത്തിലാണ്. അത് കഴിഞ്ഞ് പിന്നീട് മധുരയിലും മീനാക്ഷി അമ്പലം കണ്ടിട്ടുണ്ടോ? ആ മീനാക്ഷിയുടെ അമ്പലത്തിന്റെ അടുത്ത് രമണ മഹർഷിയുടെ വീടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഇനി പോയാൽ കാണാം. അവിടുത്തെ തെക്ക് ഗോപുരത്തില് മഹർഷിക്ക് സാക്ഷാത്കാരമുണ്ടായ ഒരു കൊച്ചു വീട്, ഒരു ചെറിയ വീട്. അവിടെയാണ് മഹർഷി അവിടെ സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്നത്. പൂർവ കഥയിലെ പേര് എന്താണ്? വെങ്കട്ടരാമൻ എന്നാണ് പേര്. പൂർവകഥയില് വെങ്കട്ടരാമൻ. അവരുടെ അച്ഛൻ സുന്ദരമയ്യർ. അദ്ദേഹം മരിച്ച ശേഷം മധുരയിൽ വന്ന് താമസിച്ചു അമ്മയുടെ കൂടെ. അവിടെ താമസിക്കുമ്പോ അധ്യാത്മമായിട്ടുള്ള ചോദ്യമൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. നിങ്ങളെ പോലെ ഇങ്ങനെ ആരും പിടിച്ചിരുത്തിയിട്ട് സത്സംഗമോ ക്ലാസ് എടുക്കുകയോ ഒന്നും ആരും ചെയ്തിട്ടില്ല. സ്കൂളില് ഒരു കോൺവെന്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 1890കളിൽ. അപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റാണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്, കോൺവെന്റ് സ്കൂളിൽ പഠിക്കുകയാണ്. ആ പഠിക്കുന്ന സമയത്ത് 16 വയസ്സായി. അപ്പോ ഫുട്ബോൾ കളിക്കാൻ പോവും, അമ്പലത്തിൽ പോകും ദിവസം. എന്തിനാന്ന് വെച്ചാൽ കളിക്കാനായിട്ട്, അല്ലാതെ തൊഴാനൊന്നുമല്ല, കളിക്കാനായിട്ട് പോവും. ഈശ്വര ഭക്തി ഒന്നും പ്രത്യക്ഷമായിട്ട് പുറമേക്ക് അറിയുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഉദ്യമിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം അവരുടെ ഒരു ബന്ധു തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോ ഈ കുട്ടി ചോദിച്ചു, എവിടുന്ന് വരണു എന്ന് ചോദിച്ചു. എവിടുന്നാ വരണെന്ന് ചോദിച്ചു. അപ്പൊ ആ ബന്ധു പറഞ്ഞു, അരുണാചലം. എന്താ പറഞ്ഞു? അരുണാചലം അല്ലേ? ആ നാമം പറഞ്ഞു. ഞാൻ അരുണാചലത്തിൽ നിന്നും വരുന്നു എന്ന് പറയുന്നതിന് പകരം അരുണാചലം. അത്രയേ ഉള്ളൂ. ഈ വെങ്കട്ടരാമൻ എന്ന കുട്ടിക്ക് ഈ ലോകമൊക്കെ മറന്നുപോയി, ഞാൻ എന്നുള്ള വിചാരമൊക്കെ മറഞ്ഞുപോയി. ഉള്ളില് ഹൃദയത്തില് അരുണാചലം 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 എന്നുള്ള ഒരു സ്പന്ദനം. അപ്പോ അറിയണത് തനിക്ക് കുട്ടിക്കാലം മുതൽ തന്റെ ഉള്ളിലുള്ള ഒരു സ്പന്ദനമാണ്, ഒരു തുടിപ്പാണ്. അത് താൻ കരുതിയിരുന്നത് ഈ ലോകത്തിലുള്ള സ്ഥലമൊന്നുമല്ല, അത് അലൗകികമായ കൈലാസമോ മറ്റോ ആണ്. അവിടെ ശിവൻ പ്രത്യക്ഷമായിട്ടിരിക്കുന്നു. ഈ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭാവലോകം ഉള്ളിലുണ്ടായിരുന്നു. അതെന്തോ ഒരു അലൗകിക ഭാവനയായിരുന്നു. ഇപ്പൊ എന്റെ ഒരാള് വന്ന് പറയണു, ഞാൻ അരുണാചലത്ത് നിന്ന് വരണമെന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കാൻ സാധിച്ചില്ല. അങ്ങോട്ട് പോയിട്ടൊക്കെ വരാൻ പറ്റുമോ എന്നുള്ള മട്ടിലാണ്. കുറച്ചു നേരത്തേക്ക് ബാഹ്യപ്രജ്ഞയില്ലാതെ ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, അരുണാചലമോ? അതെവിടെ? അപ്പൊ വന്ന ആള് പറഞ്ഞു, ഇതുപോലും അറിയില്ലേ, അത് തന്നെ തിരുവണ്ണാമല. ഓ, അപ്പൊ കുറച്ചു നേരത്തേക്ക് മനസ്സ് അടങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോ ഒരു നാമം ഉള്ളിൽ പോയി അല്ലേ? ഇപ്പോ എന്ത് നാമം പോയി? അരുണാചലം എന്നുള്ള നാമം ഉള്ളിൽ പോയി. അത് പോയപ്പോ ഭഗവാന്റെ ഒരു നാമം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു താക്കോലിട്ട് തുറക്കണ പോലെയാ. ഉള്ളിൽ എന്തോ തുറന്നു. ആ നാമം ഉള്ളിൽ ചെന്നതും എന്തോ ഒന്ന് ഉള്ളിൽ അങ്ങോട്ട് തുറന്നു. അടുത്ത പടിക്ക് അപ്പൊ എന്താ, ഭഗവാന്റെ നാമം ഉള്ളിൽ ജപിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അറിയാതെ ഈ തുരീയം എന്ന് പറയുന്ന ഒരു പത്മനാഭസ്വാമിയുടെ ട്രഷറി പോലെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്, ഇത്ര കാലം തുറക്കാതെ. അതിലേക്ക് തുറക്കാനുള്ള ചാവിയാണ്, താക്കോലാണ് ഈ ഭഗവാന്റെ നാമം. ആ നാമം അങ്ങോട്ട് ഉള്ളിലിട്ട
ചിലപ്പോ പത്മനാഭന്റെ നിധി അറ തുറക്കണ പോലെ ഉള്ളില് ആ തുരീയം ചിലർക്കൊക്കെ തുറക്കും. ആ ഉള്ളില് ആ അറയങ്ങോട്ട് തുറക്കാൻ ആവാൻ പോവാണ്. സ്കൂളിലേക്ക് പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, കളിക്കണതിൽ മാത്രമേ ഉത്സാഹമുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോ പെരിയ പുരാണം എന്ന് പറയുന്ന ഒരു പുസ്തകം, ആ പുസ്തകം വീട്ടിലുണ്ടായിരുന്നു. ഇത്രയും ദിവസം അത് തുറന്നൊന്നും വായിച്ചിട്ടില്ല. ഇപ്പൊ തോന്നി അതൊന്ന് തുറക്കണമെന്ന് തോന്നി. തുറന്നു. ഭക്തന്മാരുടെ കഥകളാണ്. ഭക്തന്മാരുടെ അടുത്ത് ശിവൻ പ്രത്യക്ഷപ്പെടുന്നതും അവരുടെ ജീവിതത്തില് പരമേശ്വരൻ വരുന്നതും ഒക്കെ കാണുകയാണ്. ആ കഥകളൊക്കെ വായിച്ചു ഉരുകാൻ തുടങ്ങി. ഇത്രയും കാലം അങ്ങനെയൊന്നും പുസ്തകമൊന്നും വായിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ വായിച്ചപ്പോ ഇങ്ങനെ ഒരു ഭക്തി സാധിക്കൂ, ഇങ്ങനെയൊക്കെ ഈശ്വരനെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കൂ, ഇങ്ങനെ ഈശ്വരൻ മനുഷ്യന്റെ ജീവിതത്തിൽ വരൂ എന്നൊക്കെ ഒരു കൊച്ചു കുട്ടികളെ പോലെ ആ ഭാവമണ്ഡലത്തിൽ, ആ ഭക്തിയുടെ മണ്ഡലത്തിൽ, അലൗകിക മണ്ഡലത്തിൽ ഇങ്ങനെ മനസ്സ് സഞ്ചരിക്കാൻ തുടങ്ങി, ഒരു അനുഭവത്തിന്റെ ലോകത്തില്. അപ്പൊ പിന്നെ അമ്പലവും അവിടെയുള്ള ദേവതകളും ഒക്കെ അർത്ഥവത്തായി തുടങ്ങി. അവിടെ പോവാ, ഈ സ്വാമിയെ നേരിട്ട് കാണാൻ പറ്റും. വിവേകാനന്ദ സ്വാമികളുടെ ഗുരു ആരാ? രാമകൃഷ്ണ പരമഹംസർ അല്ലേ? ഇതൊക്കെ ഇപ്പൊ നിങ്ങളാണോ പറയുന്നത്, പുറകെയുള്ളവരാണോ? ആരാ? രാമകൃഷ്ണദേവൻ. അപ്പൊ രാമകൃഷ്ണദേവൻ ഇതുപോലെയാ. കാളിയെ പൂജിച്ചിരുന്നപ്പോ ഈ കാളിയെ പ്രത്യക്ഷമായിട്ട് കാണണമെന്ന്, നേരിട്ട് കാണാൻ പറ്റുമോ, സാക്ഷാത്തായിട്ട് ദർശിക്കാൻ പറ്റുമോ എന്നാണ്. അങ്ങനെയാണോ? ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള കഥകളാണ്, പണ്ടുള്ള പുരാണ കഥകളല്ല. രമണ മഹർഷി എന്ന് പറയുന്നത് നമ്മളുടെ വളരെ അടുത്ത്, മഹർഷിയുടെ കൂടെ ഇരുന്ന പല ആളുകളുടെ കൂടെയും ഞാൻ താമസിച്ചിട്ടുണ്ട്. അവരെടുത്തു നോക്ക് നേരിട്ട് കേട്ടിട്ടുണ്ട് ഈ കഥകളൊക്കെ. അപ്പോ മഹർഷിക്ക് ഈ കഥകൾ, പെരിയ പുരാണം വായിച്ച് ഭക്തന്മാരുടെ ജീവിതത്തിൽ ശിവന്റെ ദർശനം ഉണ്ടായതും ശിവൻ പ്രത്യക്ഷപ്പെട്ടതും ഒക്കെ അങ്ങനെ ഉരുകി 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 അനുഭവിച്ചു. തനിക്കും അതുപോലെ ഭഗവത് ദർശനം ഉണ്ടാവോ എന്ന് ആശിച്ചു. ഭഗവാനെ വേദാന്തപരമായി മാത്രം അറിയുന്ന ആളുകൾക്ക് വേണ്ടി പറയാം, ആ സ്റ്റേറ്റിലുള്ള ആ അവസ്ഥയെ പിന്നാലെ അരുണാചലത്തിനെ സ്തുതിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട് മഹർഷി തമിഴില്. കരുണയാൽ என்னை ஆண்டனி எனக்கும் காட்சி தந்தருளிலை என்றால் இருணலி உலகில் எங்கியே பதைத்து உடல் விடல் என்கதி என்னாம் அருணனை காணாதளருமோ கமலம் அருணனுக்கு அருணனாமன்னி அருணலீஸ்வரந்தங் அருவியாய் பெருகும் അരുണമാമലയനും അൻപേ. ഇത് മഹർഷിയുടെ കൃതിയാണ്. അരുണാചലേശ്വരനോട് പറയാണ്, കരുണയോടുകൂടെ എന്നെ പിടിച്ചെടുത്ത ഈശ്വര എന്നുവെച്ചാൽ എനിക്കൊരു സൂചന തന്നു ഈ അനുഭവത്തിനെ കുറിച്ച്. ആ ഒരു സൂചന തന്ന ശേഷം എനിക്ക് പൂർണ്ണമായ അനുഭവം തന്നിട്ടില്ലെങ്കിൽ എന്റെ ഗതി എന്താവും? എൻ ഗതി എന്നാം ഇരുണലി ഉലകിൽ, ഈ ഇരുട്ടായ ലോകത്തില് എന്ന് വെച്ചാൽ പാഴ് എന്നാണ് വിളിക്കുന്നത് മറ്റൊരു സ്ഥലത്ത്. പാഴ്, ഈ തുരീയമല്ലാത്ത ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് മൂന്നിനെയും പാഴെന്നാ വിളിക്കണം. പാഴിനിൽ വീഴാതെ, പാഴില് വീണുപോകും ഞാൻ, ഈ ശൂന്യത്തില് വീണുപോകും, ഇരുട്ടില് വീണുപോകുന്ന. ആത്മാവല്ലാത്തതൊക്കെ ഇരുട്ടാണ്. ആ ഇരുട്ടില് ഞാൻ വീണുപോയാൽ എന്റെ ഗതി എന്താവും ഭഗവാനെ? അതുകൊണ്ട് അൻപേ, ഞാൻ സാധാരണ പറയും ഭക്തന്മാരുടെ അടുത്ത്, ആ ഒരു സംബോധനയ്ക്ക് ടൺ കണക്ക് വെയിറ്റ് ഉണ്ട്. അരുണാചലേശ്വരനെ അൻപേ എന്ന് വിളിക്കുകയാണ്, പ്രിയമേ എന്ന് സംബോധന ചെയ്യാം. ആ പ്രിയമേ എന്നുള്ള ആ സംബോധനയില് പ്രിയമെന്നൊരു വാക്യത്തിന് പൊരുളായിട്ടുള്ളവൻ, ആ പദത്തിന് പൊരുളായിട്ടുള്ളവനാണ് ശിവനെന്ന്. അപ്പോ ആ പ്രിയം തന്നെ സ്വരൂപമായിട്ടുള്ള ഹേ അരുണാചലേശ്വര, എനിക്കൊരു സൂചന കിട്ടി ഈ സാക്ഷാത്കാര അവസ്ഥയെക്കുറിച്ച്, ആ അനുഭവസ്ഥിതിയെക്കുറിച്ച്. ആ അനുഭവത്തിനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ട്
അതിലേക്ക് എനിക്ക് ആ അനുഭവം പൂർണ്ണമായിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഇരുട്ടിൽ വീണു പോകും, ശൂന്യത്തിൽ വീണു പോകും, എന്റെ ജീവിതം വ്യർത്ഥമായിട്ട് പോകും. എന്റെ ഗതി എന്താവും ഭഗവാന്? എൻ ഗതി എന്നാം? അപ്പോ ഈ അവസ്ഥയാണ്, ഈ സ്റ്റേറ്റാണ്. ഈ സ്റ്റേറ്റിലാണ് അൻപുരു അരുണാചല അഴൻ മെഴുകായ അഹത്തുണൈ നിനൈந்து നൈந்து ഉരുകും അൻപിലി എനക്ക്. ഹേ അരുണാചലേശ്വര, പ്രിയം തന്നെ സ്വരൂപമായ ഹേ അരുണാചലേശ്വര, ഉള്ളിൽ ഉരുകി 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 ഇല്ലാതാവണം. പക്ഷെ അങ്ങനെ ഒരു ഭക്തി എനിക്കില്ല. അൻപിനെ അരുളാതെ എനിക്ക് ആ ഒരു അനുഭവം വന്നിട്ടില്ലെങ്കിൽ, ആ ഒരു പ്രിയം വന്നിട്ടില്ലെങ്കിൽ, ആണ്ടനെ അഴിത്തിടൽ അഴകു. എനിക്കൊരു സ്പിരിച്വൽ ക്ലൂ, ഒരു ഇന്റിമേഷൻ തന്നു, ഇത്തരത്തിലുള്ള അനുഭവസ്ഥിതി ഉണ്ടെന്ന്, സാക്ഷാത്കാരം ഉണ്ടെന്നും, ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്ന് ആ തുരീയ പദത്തിൽ നിൽക്കാൻ സാധിക്കുമെന്നൊക്കെ അറിഞ്ഞിട്ട് അത് നേടാതെ ഞാൻ മരിച്ചുപോയാൽ ആണ്ട് എന്നെ അഴിത്തിടൽ അഴകോ, എന്നെ നശിപ്പിച്ചു കളഞ്ഞ പോലെ ആയിത്തീരുന്നതാണ്. ഞാൻ ഒന്നിനും കൊള്ളാതായിട്ട് തീരും. ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. ലൗകികം പോയി. ഇപ്പൊ പാരമാർത്ഥികമായ അനുഭവം, പരമാർത്ഥ അനുഭവം ഉള്ളില് ഉണ്ടായിട്ടില്ലെങ്കിൽ എന്റെ ജീവിതം എന്താവും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ അവസ്ഥയിൽ കുറച്ച് ദിവസത്തേക്കുള്ള ആ ഇന്റൻസ് ആയിട്ടുള്ള വിരഹം, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള വിരഹം. ഈശ്വര സാക്ഷാത്കാരം എന്താണെന്ന് അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു പാരഡൈം ഷിഫ്റ്റ് മാണ്ഡുക്യോപനിഷത്തിലേക്കാണ്, എന്നുവെച്ചാൽ തുരീയത്തിലേക്കാണ്. അതിനു മുമ്പ് മഹർഷി തന്നെ പറയണു, എനിക്ക് ബ്രഹ്മമെന്നോ ആത്മാവെന്നോ ചൈതന്യം നിർവാണം ഒന്നും അറിയില്ല. എന്റെ കോൺസെപ്റ്റ് ഓഫ് ഗാഡ് കൈലാസപതിയായ ശിവൻ, അങ്ങനെയാണ്, വേറെ ഒന്നും അറിയില്ല. പലപ്പോഴും ആകാശത്തില് സന്ധ്യാകാലത്തില് മേഘങ്ങൾ നിറഞ്ഞിരിക്കുമ്പോ ഈശ്വരൻ അങ്ങനെ ഇറങ്ങി വരുന്നൊക്കെ ഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥ അതുകൊണ്ട് തന്നെ മഹർഷിക്ക് പിന്നാലെയും അങ്ങനെയുള്ള ആളുകളോടാണ് അടുപ്പം. ഒരുപാട് ഇന്റലക്ച്വൽസ് അല്ല, വളരെ സരള ബുദ്ധി. അവർ പെട്ടെന്ന് അങ്ങോട്ട് ആ ജ്ഞാനം പിടിച്ചെടുക്കും, ആ അനുഭവം പിടിച്ചെടുക്കും. അപ്പോൾ അതിന് തയ്യാറായിട്ട് കർപ്പൂരം പോലെ ഇരിക്കുകയാണ്, ഇത്തിരി കൊളുത്തിയെ പിടിക്കും. അങ്ങനെ ആ ഭക്തി കൊണ്ട് പരിഭാഗമായിട്ട് ഇരിക്കുന്ന അവസ്ഥയിലാണ് ഒരു ദിവസം ഈശ്വരനെ നമ്മൾ വിളിക്കണു. പക്ഷെ ഈശ്വര സാക്ഷാത്കാരം വരുമ്പോൾ അതിന്റെ അനുഭവം വേറെയാണ്. ഒരു ദിവസം ശിവൻ വന്നു. ശിവൻ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ മൃത്യുവായിട്ട്. മൃത്യവേ സ്വാഹ, മൃത്യവേ സ്വാഹ. വേദം തന്നെ പറഞ്ഞത് മൃത്യു രുദ്രന്റെ സ്വരൂപമാണ്. ഒരു ഞായറാഴ്ച ഈ കുട്ടി തനിയെ ഇരിക്കുകയാണ് വീട്ടിലുള്ളവരൊക്കെ എവിടെയോ എന്തോ വിശേഷത്തിന് പോയിരിക്കണം. അപ്പൊ ഈ കുട്ടിക്ക് പെട്ടെന്നുള്ളിലൊരു ഭയം, ഞാൻ മരിക്കാൻ പോണു എന്ന് തോന്നി. മരണം ശരിക്കും വാസ്തവത്തിൽ മുമ്പിൽ വന്നു നിന്നു. മൃത്യുവിനെ അങ്ങനെ മുമ്പിൽ കാണുകയാണ്. നമ്മളാണെങ്കിൽ എന്താവും? പേടിച്ച് ആരുടെത്തെങ്കിലുമൊക്കെ പോയി പറയും അല്ലേ? കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും അവരും വെപ്രാളായി സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കുട്ടികളും. അതോടുകൂടെ ഒരുവിധം തീരുമാനമാവും. ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കുട്ടികളും. അപ്പോ ഈ കുട്ടിക്ക് മരണഭയം മുമ്പിൽ വന്നു. മരണഭയം മുമ്പിൽ വന്നതും ആരുമില്ല, ആരോടും ചോദിച്ചില്ല, നീണ്ടു നിവർന്ന് അങ്ങോട്ട് കിടന്നു. നോക്കാലോ മരണം എന്താണെന്ന് നോക്കാം. ആ മരണം എന്താണ് എന്ന് വാസ്തവത്തില് എക്സ്പ്ലോർ ചെയ്യാം, അന്വേഷണം ചെയ്യാം, തെരഞ്ഞു നോക്കാം എന്ന് തീരുമാനിച്ചു. കൈയും കാലമൊക്കെ നിവർത്തി പിടിച്ച് നീണ്ടു നിവർന്ന് കിടന്നു. ആ അനുഭവം ശരിക്കും അങ്ങോട്ട് വന്നു എന്നാണ്. അതാണ് പറഞ്ഞ് ശിവൻ വന്നു എന്നുവെച്ചാൽ ആ ശരീരം ജഡമായി തനിക്കൊരു വിഷൻ, ഒരു ദർശനം ഉണ്ടാവുകയാണ്. ആ ശരീരം മരിച്ചുപോയെന്നും ശരീരത്തിനെ എടുത്തുകൊണ്ടുപോയി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും ശ്മശാനത്തിൽ കൊണ്ടുപോയി ശരീരം വിറകിൽ വെക്കുന്നതായിട്ടും തീ കൊളുത്തുന്നതായിട്ടും ഒക്കെ ഒരു ദർശനം. ശരീരം എരിഞ്ഞു പോകുന്നതായിട്ടും. ഭഗവാൻ പിന്നീട് യോഗി രാമയ്യ എന്ന് പറയുന്ന ഒരു ഭക്തൻ, തെലുങ്ക്
യോഗിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ കഥയൊക്കെ. ശരീരത്തിൽ ഓരോന്നും എരിഞ്ഞു പോണതായിട്ട് എനിക്ക് തോന്നിയെന്നാണ്. ഒക്കെ അങ്ങനെ കത്തി എരിഞ്ഞു പോകുമ്പോ ഉള്ളിൽ ആശ്ചര്യം എന്താന്ന് വെച്ചാൽ ശരീരം മുഴുവൻ കത്തിപ്പോണു, ചാമ്പലായി പോകുമ്പോഴും അതിൽ നിന്നും വ്യത്യസ്തമായി താനുണ്ട് എന്നുള്ളൊരു സൂചന. ഈ ശരീരം എരിഞ്ഞു പോകുമ്പോൾ ഈ ശരീരം ഞാനാണോ? അല്ല. പിന്നെ ഞാൻ എന്താണ് എന്ന് ഉള്ളിലിങ്ങനെ ആഴ്ന്ന് അന്വേഷിക്കാൻ ഉള്ളിൽ ആഴ്ന്ന് അങ്ങോട്ട് മുങ്ങി. കൂപേ യഥാ ഗാഢജലേ തഥാ അന്തർനിമജ്യ ബുദ്ധ്യാ ശിതയാ നിതാന്തം പ്രാണം ച വാചം ച നിയമ്യ ചിന്വൻ വിന്ദേൻ നിജാഹംകൃതി മൂലരൂപം. ഒരു കിണറ്റില് എന്തെങ്കിലും വസ്തു വീണാൽ ശ്വാസം അടക്കി പിടിച്ച് അന്വേഷിക്കണ പോലെ ഉള്ളിലങ്ങനെ എല്ലാം അടക്കി പിടിച്ച് ഉള്ളിൽ ആഴ്ന്നങ്ങോട്ട് മുങ്ങി അന്വേഷിച്ചു. ആരാണ് ഇതിനകത്ത്? ഈ ശരീരം എരിഞ്ഞുപോയി കത്തി ചാമ്പലാവുമ്പോഴും ചാരമാവുമ്പോഴും ഇതിനകത്ത് ഞാൻ 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 എന്ന് എന്തോ ഒന്ന് സ്പന്ദിക്കുന്നുണ്ട്. അഹം അഹം എന്ന്, ഞാൻ ഞാൻ എന്ന് എന്തോ ഒന്ന് സ്പന്ദിക്കുന്നുണ്ട്. അത് ശുദ്ധ ചൈതന്യമാണ്, ശുദ്ധ ബോധമാണ്. അതിന് മരണമില്ല, അത് ശാശ്വതമായ വസ്തുവാണ് എന്നിങ്ങനെ ഉള്ളിലിങ്ങനെ അറിവുണ്ടായി. ആ അറിവോടുകൂടെ തന്നെ ഉള്ളിൽ ആഴ്ന്നു മുങ്ങിയ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ ആ അറിവുണ്ടായ ആ സെന്റർ, ആ കേന്ദ്രം വിഴുങ്ങിക്കളഞ്ഞു. ആ മനസ്സ് ഉറക്കത്തില്, സുഷുപ്തിയില് നമുക്ക് എങ്ങനെ മനസ്സ് അവിടെ പോകുന്നു അതേപോലെ തന്നെ ജാഗ്രതത്തില്, വേക്കിംഗ് സ്റ്റേറ്റില് ആ മനസ്സിനെ ഹൃദയസ്ഥാനത്തിൽ അടക്കിക്കളഞ്ഞു. നല്ല തെളിഞ്ഞ അറിവോടുകൂടെ ഞാൻ ശുദ്ധ ചൈതന്യമാണ്, ആത്മാവാണ്, എനിക്ക് മരണമില്ല. ഉള്ളില് ഈ ഞാൻ 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 എന്നുള്ള അനുഭവം മറ്റൊന്നുള്ളിൽ പ്രകാശിക്കുന്നു. ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദി വിഷ മനസാസ്വം ചിന്വതാ മജ്ജതാവാം പവനചലനരോധാത് ആത്മനിഷ്ഠോ ഭവത്വം. മാണ്ഡുക്യ ഉപനിഷത്ത് തുരീയം എന്ന് പറയുന്നത് ഈ വസ്തുവിനെയാണ്. നാന്തഃ പ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം നോഭയതഃ പ്രജ്ഞം ന പ്രജ്ഞം ന അപ്രജ്ഞം ന പ്രജ്ഞാനഘനം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശ്യം ഏകാത്മപ്രത്യയസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തെ സ ആത്മാ സവിജ്ഞേയ. അത് ആത്മാവാണ്, അത് അറിയേണ്ടതാണെന്ന് പറഞ്ഞു. അതെന്താണ്? ഏകാത്മപ്രത്യയസാരം. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എല്ലാ അവസ്ഥകൾക്ക് പുറകിലും മാറാതെ ഇരിക്കുന്ന ഒരേ ആത്മാവിന്റെ അനുഭവത്തിനെ തരുന്ന ചിത്ത്. ആ ചിത്തിന്റെ അനുഭവം, ആ ബോധത്തിന്റെ അനുഭവം ഉള്ളിൽ തെളിഞ്ഞുണ്ടായി. അത് മനസ്സ് ബഹിർമുഖമല്ല, മനസ്സ് അന്തർമുഖമല്ല, മനസ്സൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഉറക്കം പോലെയുള്ള അവസ്ഥയുമല്ല. അറിവ് അങ്ങനെ സ്വയം ആത്മാവിന്റെ സ്വരൂപമായിട്ട് തന്നെ പ്രകാശിക്കുന്നു, ബോധമായിട്ട് പ്രകാശിക്കുന്നു. ആ ബോധമാണ് ഞാൻ, ആ ശുദ്ധ ചൈതന്യമാണ് ഞാൻ എന്നുള്ള അനുഭവം ഹൃദയത്തിലുണ്ടായി. അതങ്ങനെ ഒരു സംഗീതത്തില് പാട്ടും താളവും ഒക്കെ മാറുമ്പോഴും ശ്രുതി മാറാതിരിക്കുന്ന പോലെ തൻ്റെ അനുഭവത്തിന്റെ പുറകില് ആ ആത്മാനുഭവം കുറച്ചു നേരത്തേക്കേ ഉണ്ടായുള്ളൂ. ഇതൊക്കെ വീട്ടിലുള്ളവരൊക്കെ പുറത്തു പോയിരിക്കുന്നു. ഈ കുട്ടിക്ക് ഈ അന്വേഷണം ഉണ്ടായി. ആളുകൾ തിരിച്ചു വരുമ്പോണ്ട് പോകുമ്പോ ഉണ്ടായിരുന്ന ആ വെങ്കട്ടരാമൻ എന്ന് പറയുന്ന പയ്യൻ ഇപ്പൊ ഇല്ല. അവിടെ കാണുന്നത് രമണ മഹർഷിയാണ്. കണ്ണൊക്കെ തുറന്നിരുന്ന ആ കണ്ണിൽ ആകാശം കാണാം, അനന്തത കാണാം. ഹൃദയത്തിൽ ആ ദൃഷ്ടി നിശ്ചലമായി. വന്നു നോക്കുമ്പോ തന്നെ അവരുടെ ഏട്ടനും മറ്റുള്ളവരും ഒക്കെ കുറച്ച് ശ്രദ്ധിച്ചു, എന്തോ മാറ്റം വന്നിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചു. അതിനുശേഷം ദേഷ്യപ്പെടുന്നില്ല, എന്തു പറഞ്ഞാലും ഒരു റിയാക്ഷൻ ഇല്ല, നിശ്ചലമായിട്ടിരിക്കുന്നുണ്ട്, മൗനമായിട്ടിരിക്കുന്നുണ്ട്. അക്ഷരമണമാലൈ എന്ന് മഹർഷി അരുണാചലേശ്വരനെ സ്തുതിച്ചുകൊണ്ട് ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാട്ട് തന്നെ ഈ അനുഭവത്തിനെ അരുണാചലം
എന അഹമേ നിനൈപ്പവൻ അഹത്തെ വേററുപ്പായി അരുണാചലം. അരുണാചലം എന്ന് സ്മരിച്ചു അഹങ്കാരം പോയി. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ. തോന്നുന്നതാകിൽ അഖിലം താനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അല്ലെ, അഖിലം താൻ എന്നുള്ള അനുഭവമായി തീർന്നു. കുറച്ചു നേരത്തിനുള്ളിൽ ഒരു 10-15 മിനിറ്റ് ഉണ്ടാവും. മഹർഷിയുടെ അടുത്ത് ഭഗവാന്റെ അടുത്ത് പിന്നാലെ ചോദിച്ചു, എത്ര സമയം ഉണ്ടാവും ഭഗവാന്? ഒരു 3/4 മണിക്കൂർ എന്ന് പറഞ്ഞു ഭഗവാൻ. പിന്നെ പറഞ്ഞു, ഇത്ര ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ടാവും. വാതിലൊക്കെ അടച്ച് കിടന്നു, ആരും ഇല്ല വീട്ടില്. എന്നിട്ടൊന്ന് വിചാരം ചെയ്തു. പിന്നെ പറഞ്ഞു, ഇല്ല, ഒരു 2-3 മിനിറ്റ്. എന്താന്ന് വെച്ചാൽ ഈ ശരീരമല്ല ഒക്കെ തള്ളിക്കളഞ്ഞു, ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു ഒക്കെ. പിന്നെ അവസാനം ചോദിച്ചു, സമയം എവിടെ എന്ന് ചോദിച്ചു. വെർ ഈസ് ടൈം? ടൈം സ്പേസിന്റെ ഉള്ളിലല്ലോ ഈ അനുഭവം ഉണ്ടാവും. ദേശകാലങ്ങളുടെ വരമ്പിനപ്പുറമാണ് ഈ അനുഭവം. തുര്യമേ ജാഗിരം സ്വപ്നം സുഷുപ്തി എന്ന് തമിഴിൽ പറയും. മൂന്നും കിടന്ന് തുര്യമേ വെളിവാകി തൂയ ആ രംഗം അതാഹിനോ. തുര്യമേ സ്വരൂപമായി ഹൃദയത്തിൽ പ്രകാശിച്ചു. ഞാൻ എന്നുള്ള അഹങ്കാരം പോയി ശുദ്ധ ചൈതന്യം ഹൃദയത്തില് അങ്ങനെ പ്രകാശിക്കുകയാണ്. ആ സാക്ഷാത്കാര സ്ഥിതിയിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. വീട്ടിലുള്ളവരൊക്കെ വന്ന് കണ്ടിട്ട് ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയോ, സ്വാമിയാർ വരണു. ചിലപ്പോ പറയും, കാട്ടിലേക്ക് പോയിക്കൂടെ, മഹർഷികളെ പോലെ തപസ് ചെയ്യാൻ പോയിക്കൂടെ എന്നൊക്കെ കളിയാക്കി ചോദിക്കും. ഒന്നിനും ഉത്തരം പറയില്ല. മുമ്പൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തിരിച്ച് ചിലപ്പോൾ കിട്ടും. ഇപ്പൊ ഒന്നും ഉത്തരം പറയണില്ല. സ്കൂളിൽ പോയി എല്ലാ കുട്ടികളുടെ കൂടെ പോയിട്ട് അങ്ങനെ നിശ്ചലമായിട്ടിരിക്കും. ചോദ്യം ചോദിച്ചാൽ ഉത്തരമൊന്നുമില്ല. എന്താ വെച്ചാൽ മനസ്സൊന്നും പ്രവർത്തിക്കണില്ല. പിന്നാലെ തിരുവണ്ണാമലയിലേക്ക് സ്കൂളിലത്തെ ഒരു കണക്ക് ടീച്ചർ വന്നു. രമണ മഹർഷി ലോകം മുഴുവൻ അറിയപ്പെട്ട ശേഷം വയസ്സായിട്ട് ഈ മാഷ് കാണാൻ വന്നു. തൻ്റെ സ്കൂളിൽ പഠിച്ചതാണല്ലോ. അപ്പോൾ ആ മഹർഷിയെ കാണാനായിട്ട് വന്നപ്പോ വന്ന് നമസ്കരിച്ചിട്ട് എന്തോ ചോദ്യം ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ ചോദ്യത്തിന് പേടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് ഓടി തിരുവണ്ണാമലയ്ക്ക് വന്നത്. ഇവിടെ വന്നപ്പോ ചോദ്യം ചോദിക്കുകയാണോ? അപ്പോ അവിടെ ഈ മരണ അനുഭവം, ഡെത്ത് എക്സ്പീരിയൻസ്. നിങ്ങൾ തിരുവണ്ണാമലയ്ക്ക് പോയിട്ടുണ്ടോ? രമണാശ്രമത്തിൽ പോയോ? എല്ലാരും റെഡി ആയിട്ടിരിക്കുക അല്ലേ? അപ്പൊ അതിനകത്ത് പോയതും വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, ഈ ഡെത്ത് എക്സ്പീരിയൻസ്, മരണാനുഭവം. മരണത്തിനെ അന്വേഷിച്ചു നോക്കി. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ മരണത്തിനെ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? പേടി തോന്നും ചിന്തിച്ച അല്ലേ? മരണം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കി. മരണം എന്താണ്, മരണത്തിന്റെ സ്വരൂപം എന്താണ് എന്നിങ്ങനെ അന്വേഷിച്ചപ്പോ മരണമില്ല, ഞാൻ ആത്മാവാണ്, ശുദ്ധ ചൈതന്യമാണ് എന്നുള്ള അനുഭവം, സാക്ഷാത്കാരം ഹൃദയത്തിൽ വന്നു. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടില് കുറേ മരണം ഇടയ്ക്കിടയ്ക്ക് നടക്കുകയായിരുന്നു. അപ്പോ അച്ഛൻ, വലിയച്ഛൻ, ചെറിയച്ഛൻ ഇവരൊക്കെ മരിക്കുന്നത് കണ്ടു ഒരു 9-10 വയസ്സിനുള്ളിൽ. അപ്പൊ വീട്ടിലിങ്ങനെ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ഇങ്ങനെ നടക്കും. അപ്പോ വീട്ടിലുള്ള 2 വയസ്സിന് മൂത്ത ആളുകൾ സംസാരിക്കുക. മരിച്ച എന്താവും? ഒരാൾ മറ്റൊരാളോട് ചോദിക്കും. ഞാൻ ചെറിയ കുട്ടിയാണ്, ഇവര് സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. മരിച്ച എന്താവും? അപ്പൊ വലിയ ആള് പറഞ്ഞു, മരിച്ച എന്താവും? ഇല്ലാതാവും. അപ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ വീണു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാം, മരിച്ച ഇല്ലാതാവും എന്നുള്ള അവസ്ഥയെ കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ അതെങ്ങനെ ഇല്ലാതാവും? ഞാൻ ഉണ്ടല്ലോ. ഈ ഉള്ള വസ്തു എങ്ങനെ ഇല്ലാതാവും? ഇല്ലായ്മയെ ഒരാൾക്ക് ഭാവന ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ സുഷുപ്തിയില് നമ്മൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞു? ഒരു കൂട്ടർ ഉണ്ടെന്ന് പറഞ്ഞു, വേറൊരു കൂട്ടർ ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലാന്ന് പറഞ്ഞവർ തന്നെ പിന്നെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഉണ്ട് എന്ന് പറഞ്ഞവർ ഇല്ലാന്നും പറഞ്ഞു. എന്തേന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള ഈ വിചാരമില്ല, പക്ഷേ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ ഞാൻ എന്നുള്ള തോട്ടാണോ അല്ല ജീവനാണോ? ജീവൻ അല്ലേ?
അപ്പൊ ആ ജീവൻ എന്ന് നമ്മൾ വിളിക്കുന്നത് സുഷുപ്തിയിലും ഉണ്ട്. ഒരു വിചാരം, ഒരു തോട്ട് ഇല്ലാതെ, ഒരു ഐ തോട്ട്, ഞാനെന്ന ഭാവം അത് തോന്നാതെ തന്നെ അതുണ്ട് അല്ലേ? ഞാനെന്ന ഭാവം തോന്നണില്ല, പക്ഷെ അതുണ്ട്. തോന്നായിക വേണം ഇഹ എന്നാണ് പ്രാർത്ഥിച്ചത്. അത് തോന്നാത്ത ഒരവസ്ഥയിലേക്ക് ഈ പയ്യൻ, ഈ യുവാവ് എത്തിച്ചേർന്നു. അതാണ് രമണ മഹർഷിയുടെ ആദ്യ കഥ. ഇതാണ് അക്ഷരമണമാലൈ. അതിലെ ആദ്യത്തെ പാട്ട് അരുണാചലം എന്ന് സ്മരിച്ചാൽ മുക്തി എന്നാണ് പുരാണങ്ങൾ പറഞ്ഞത്. അത് തെളിവാണ് മഹർഷിയുടെ ജീവിതം. അരുണാചലം എന്ന് സ്മരിച്ചതും ഉള്ളില് ഞാൻ എന്നുള്ള അഹങ്കാരം പോയി ആത്മസാക്ഷാത്കാരം ഉണ്ടായി, ജ്ഞാനുണ്ടായി. ഇതാണ് ഉപനിഷത്ത് പറയുന്ന തുരീയാവസ്ഥ. ഇവിടെ എത്തിച്ചേർന്നു നിന്നു. കുറച്ചു കാലം കൂടെ മധുരയിൽ സ്കൂളിലേക്കൊക്കെ പോയിട്ട് വന്നു ആ അവസ്ഥയിൽ തന്നെ. പിന്നെ ഒരു ദിവസം ഏട്ടൻ ഒരുപാട് കളിയാക്കി, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്ക് എന്തിനാ അവിടെ വീട്ടിലൊക്കെ ഇരിക്കണത്. ഏട്ടൻ വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞിട്ട് കുട്ടി ശരിയാവും, പഠിച്ച് ജോലിയായി കല്യാണം കഴിച്ചൊക്കെ ഇരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. അപ്പൊ ഒരു ദിവസം തീരുമാനിച്ചു, ഇനി എന്തിനാ ഞാനിവിടെ ഇരിക്കണത്, കഴിഞ്ഞു, ഇനി എനിക്കിവിടെ ഒന്നുമില്ല. അപ്പൊ എവിടെ പോകും? അരുണാചലം എന്നുള്ളില്. അപ്പോ ആ വാക്കിങ്ങനെ ഉള്ളിൽ വന്നു, അരുണാചലം. പുറപ്പെട്ടു, വീട്ടിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. ആരോടും പറഞ്ഞില്ല. ഒരു കത്തൊക്കെ എഴുതി വെച്ചു. ഇപ്പോഴും ആ കത്തുണ്ട് നമ്മുടെ ആശ്രമത്തിൽ. കത്ത് എഴുതി വെച്ച്, ഞാൻ എൻ്റെ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് പോവാണ്. അച്ഛൻ ആരാന്ന് വെച്ചാൽ ശിവൻ. ശിവന്റെ ആജ്ഞ അനുസരിച്ച് പോവാണ്. ആദ്യം ഞാൻ എന്ന് തുടങ്ങി. രണ്ടാമത്തെ ലൈൻ, ഇത് ഒരു നല്ല കാര്യത്തിനായിട്ടാണ് പോണത്. ഇതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളാരും വേദനിക്കേണ്ട, വിഷമിക്കേണ്ട, അന്വേഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. അവസാനം പേരെഴുതേണ്ട സ്ഥലത്ത് ഒരു വര മാത്രം, പേരൊന്നുമില്ല. എന്തു പേര്? നിങ്ങൾക്കൊക്കെ പേരുണ്ടോ? ജനിക്കുമ്പോ എന്താ പേര്? ജനിക്കുമ്പോ വല്ല പേരുണ്ടോ? ജനിച്ച കുട്ടി ജനിച്ചു എന്ന് പറയും അല്ലേ? ആൺകുട്ടി പെൺകുട്ടി. ഗർഭത്തിലിരിക്കുമ്പോ അതും അറിയില്ല. അപ്പോ പേരാരോ പുറത്തും തന്നതാ. അപ്പൊ നിങ്ങൾക്ക് പേരില്ല. അപ്പൊ നിങ്ങൾക്ക് വാസ്തവത്തിൽ എന്താ പേര്? പേരുണ്ടോ? പേരില്ല, പേരൊന്നുമില്ല. അപ്പോ സ്കൂളിൽ ചോദിച്ച അനാമം, അനാമിക എന്ന് പറയാം. ഒരു പേരില്ല. എല്ലാവർക്കും ഒരു പേരുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ അല്ലേ? എല്ലാവർക്കും പേരെന്താന്ന് വെച്ചാൽ ഞാൻ. എന്നിട്ട് ഞാൻ എന്താ പേര്? നിരഞ്ജൻ. ഞാൻ നിരഞ്ജൻ ആണെന്ന് പറയും. ഇയാളുടെ പേരോ? കേൾക്കണില്ല അടുത്ത്. ആര്യൻ. ഞാൻ നിരഞ്ജൻ, ഞാൻ ആര്യൻ എന്ന് ചേർക്കുകയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് എല്ലാവർക്കും കോമൺ ആണ് അല്ലേ? എല്ലാരും ഞാൻ 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 എന്ന് പറയും. ഈ ഞാൻ എന്ന് പറയുന്ന ഈ അനുഭവത്തിനെ ഇപ്പൊ മഹർഷി ചോദ്യം ചോദിച്ചു ഇല്ലേ? ആ ഏകാത്മപ്രത്യയസാരം എന്ന് പറയും. സുഷുപ്തിയിലെ പ്രപഞ്ചോപശമം നമുക്ക് സുഷുപ്തിയിലും ഉണ്ട്. ലോകമൊക്കെ മറഞ്ഞു പോകും, ശരീരം മറഞ്ഞു പോകും, മനസ്സ് മറഞ്ഞു പോകും. പക്ഷെ ജാഗ്രത്തില് ഏകാത്മപ്രത്യയസാരം, പ്രപഞ്ചോപശമം, അതിലേക്ക് വരാം നമ്മൾ. അപ്പൊ ഈ ഞാൻ എന്നുള്ളത്, ഈ ഒരു അനുഭവം അതെന്താണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഇത്ര ദിവസം 10, 17, 18 ദിവസം മഹാഭാരത യുദ്ധം പോലെ ഇപ്പൊ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഞാൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് തനിച്ചിരുന്ന് ഈ ഒരു ചോദ്യം മാത്രം ചോദിക്കാം. ഈ ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഞാൻ 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 എല്ലാരും പറയണ്ട അല്ലേ? നമ്മൾ മാത്രമല്ല, എല്ലാരും ലോകത്തിൽ എവിടെ പോയാലും എല്ലാരും ഞാൻ എന്ന് പറയണ്ട. ഞാൻ എന്ന് ഭാഷയിലല്ല, ആ സ്പന്ദനം ഉണ്ട് ഉള്ളിൽ അല്ലേ? ഇംഗ്ലീഷിൽ ഐ എന്ന് പറയും, സംസ്കൃതത്തില് അഹം എന്ന് പറയും, തമിഴില് നോൺ എന്ന് പറയും, ഹിന്ദിയില് മേ എന്ന് പറയും, വേറെ വേറെ ഭാഷ, ജർമ്മൻ,
റഷ്യൻ, എവിടെ പോയാലും എന്തെങ്കിലും ഒരു വാക്കുണ്ടാവും ഈ ഞാൻ എന്നുള്ളത്. പൂച്ചയും നായും ഒക്കെ പറയേണ്ടത് നമുക്കറിയില്ല, അവർക്കും ഞാൻ എന്നുള്ളത് ഉണ്ട് അല്ലേ? ഒരു നായ് വേറൊരു നായെ കാണുമ്പോൾ ആ നോട്ടത്തിൽ തന്നെ ഞാനുണ്ടാവും. യാതിര്യং നരദേവതാഭിരഹമിത്യന്തസ്ഫുടാ ഗൃഹ്യത്തെ യദ്ഭാസാ ഹൃദയാക്ഷദേഹ വിഷയാഃ ഭാന്തി സ്വതഃ അചേതനാഃ. യാതിര്യং നരദേവതാഭിഃ അഹം ഇതി അന്തസ്ഫുടാ ഗൃഹ്യത്തെ. തിര്യക്കുകൾ എന്ന് വെച്ചാൽ മൃഗങ്ങള്, മനുഷ്യര്, ഒരു പുഴു, ഒരു ഏകകോശ ജീവിയുടെ ഉള്ളിലടക്കം ഞാൻ എന്നുള്ള ഒരു സ്പന്ദനുണ്ട്. വൃക്ഷത്തിലുണ്ട്, മരത്തിന്റെ ഉള്ളിലുണ്ട് ഞാൻ എന്നുള്ള, അതിനെയാണല്ലോ ജീവൻ എന്ന് വിളിക്കുന്നത്. ഞാൻ എന്നുള്ള സ്പന്ദനുണ്ട്, അഹം എന്നുള്ള അനുഭവമുണ്ട്. അത് ആ ഒരു അനുഭവവും ബാക്കി ലോകത്തിന്റെ മുഴുവൻ അനുഭവവും രണ്ടും കൂടെ രണ്ടു വശത്ത് വെക്കണം. ഞാൻ എന്നുള്ള അനുഭവം ഒരു വശത്ത്, ബാക്കിയുള്ള അനുഭവങ്ങളൊക്കെ വേറെ ഒരു വശത്ത്. ബാക്കി ഉണ്ടാവുന്ന അനുഭവങ്ങളെ മുഴുവനും എളുപ്പത്തിൽ തിരിക്കാം ജാഗ്രതെന്നും സ്വപ്നമെന്നും. സുഷുപ്തി വേണ്ട, നമുക്കറിയാം. ജാഗ്രതെന്നും സ്വപ്നമെന്നും രണ്ടായിട്ട് ബാക്കി എല്ലാ അനുഭവത്തിനെയും നമുക്ക് തിരിക്കാം. സുഷുപ്തിയും തിരിക്കാം. ഇപ്പൊ സുഷുപ്തി ഇല്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ വേണമെങ്കിൽ പറയാം. ഇപ്പോ ഞാൻ എന്നൊരു അനുഭവം, ഒരനുഭവം ഞാൻ. ഇപ്പോ ഇവിടെ മുഴുവൻ ഇരുട്ടാക്കിയാല്, അന്ധകാരാക്കിയാൽ, നിബിഡാന്ധകാരമാക്കിയാൽ, ഗാഠാന്ധകാരാക്കിയാൽ അടുത്തുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ല അല്ലേ? പക്ഷെ നിങ്ങൾ എണീറ്റ് പോയോ ഉണ്ടോന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഒന്ന് ലൈറ്റ് ഇടും, ഞാൻ ഉണ്ടോന്നൊന്ന് നോക്കട്ടെ തോന്നുന്നു. ഇല്ല അല്ലേ? അറിയണ്ട. എങ്ങനെ അറിഞ്ഞു? കുട്ടികളോടാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാ? ഇരുട്ടില്, അന്ധകാരത്തില് ഞാനുണ്ടെന്ന് എങ്ങനെ അറിയും? തൊട്ടു നോക്കണോ? വേണ്ട. ശബ്ദിച്ചു നോക്കണോ? വേണ്ട. പിന്നെ എങ്ങനെ അറിഞ്ഞു? പറയൂ. രമണ മഹർഷി പോയി നിന്ന സ്ഥലത്തേക്ക് ഇപ്പൊ നിങ്ങളെ നിർത്തിത്തരാം. പറയൂ. എങ്ങനെയാ അത്? ആത്മാവൊക്കെ വിടൂ, അതൊന്നും ഇപ്പൊ നമുക്കറിയില്ല. ആ അനുഭവം ഇരുട്ടിൽ, അന്ധകാരത്തില് ഞാൻ ഉണ്ട്, ഒരു അനുഭവം ഉണ്ട് അല്ലേ? ആ അനുഭവം എങ്ങനെ അറിഞ്ഞു? തൊട്ടിട്ടല്ല, നോക്കിയിട്ടല്ല, ശബ്ദം കേട്ടിട്ടല്ല ഇല്ലേ? പക്ഷെ അത് അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അത് സ്വയമേവ അറിഞ്ഞു. അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ? സ്വയമേവ അറിഞ്ഞു. അതുകൊണ്ട് അതിനെ സ്വയം പ്രകാശം, സ്വയം പ്രകാശം, സെൽഫ് ഇഫൾജന്റ്. ശങ്കരാചാര്യര് ബ്രഹ്മസൂത്ര ഭാഷ്യം തുടങ്ങുമ്പോ വേദാന്തത്തിനെ വളരെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് രണ്ടായിട്ട് പിരിച്ചു: ഇരുട്ടെന്നും വെളിച്ചമെന്നും. യുഷ്മദസ്മത് പ്രത്യയ ഗോചരയോ വിഷയ വിഷയിണോ തമഃ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോ. തമസ്സും പ്രകാശവും പോലെ വിരുദ്ധ സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാണ് രണ്ട്. ഒന്ന് ഞാൻ എന്നും ബാക്കിയെല്ലാം ഇരുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ എന്നുള്ളത് പ്രകാശമാണെന്ന് പറഞ്ഞു. അഹം എന്നുള്ള അനുഭവം ബോധമാണ്. എന്താണത്? ബോധം, കോൺഷ്യസ്നെസ് ആണ്. ബാക്കിയെല്ലാം അനാത്മ വസ്തുക്കളാണ്. ബാക്കിയൊക്കെ ജഡമാണ്. ജാഗ്രതും ജഡമാണ്, സ്വപ്നവും ജഡമാണ്, ഇപ്പോ സുഷുപ്തിയും ജഡമാണ്. ഇപ്പോ ഉള്ളത് ഈ ഞാൻ എന്നുള്ള അനുഭവം നിരന്തരം ഉള്ളത് എന്താണ് നോക്കുക. ഈ ഞാൻ എന്നുള്ള അനുഭവം സിദ്ധമാണ്, നിത്യസിദ്ധമാണ്. അത് ശരീരമല്ല. ശരീരത്തിന്റെ അനുഭവമാണോ അത്? അല്ല. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ലിവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. കിഡ്നി കണ്ടിട്ടുണ്ടോ? ഹാർട്ട് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ സ്കൂളിൽ പഠിച്ചതാ അല്ലേ? അപ്പൊ അതൊന്നും അറിയണില്ല. പക്ഷെ ഞാൻ എന്നൊരു ബോധമുണ്ട്. അത് പോയി കഴിഞ്ഞാൽ ഈ ശരീരം എന്തിനു കൊള്ളും?
അതിൽ ലിവർ ഉണ്ട്, കിഡ്നി ഉണ്ട്, ഹാർട്ട് ഉണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, ഒന്നും പ്രയോജനമില്ല. ആ കണ്ണൊക്കെ കുറച്ച് നേരത്തിന് മരിച്ച് പെട്ടെന്ന് തന്നെ കൊടുത്താൽ വേറെ ആർക്കെങ്കിലും വെച്ചു കൊടുക്കാം അല്ലേ? കണ്ണ് അത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഈ ജഡം, നമ്മള് റോഡിലൊക്കെ നായൊക്കെ ചത്ത് കിടക്കണ പോലെ നമ്മളുടെ ശരീരം കിടക്കും. അപ്പൊ ഈ ശരീരം ഇപ്പോ ജീവനോടെ ഇരിക്കണമെന്ന് പറയും. ഉള്ളില് എന്തോ ഒരു പ്രകാശം, ഒരു ബോധസ്ഫൂർത്തി നമ്മളുടെ ഉള്ളില് ഉണ്ട്. ഇതാണ് ആത്മപ്രത്യയം എന്ന് പറഞ്ഞ ശ്രുതി. മാണ്ഡുക്യോപനിഷത്ത് ആത്മപ്രത്യയം എന്ന് പറഞ്ഞു. ഏകാത്മപ്രത്യയം, അതിന്റെ സാരം. ഏകാത്മപ്രത്യയം എന്ന് വെച്ചാൽ ബാല്യം, യൗവനം, വാർദ്ധക്യം ഒക്കെ മാറുമ്പോഴും മാറാതിരിക്കുകയാണ് അല്ലേ? ഒരു 2 വയസ്സിലുള്ള ഒരു പടം കാണിച്ചു തന്നിട്ട് ഇതാരാണെന്ന് ചോദിക്കാൻ നിങ്ങളോട്, ഏതോ ഒരു കുട്ടി എന്ന് പറയും നിങ്ങൾ. അപ്പൊ ഞാൻ പറയാം, ഇല്ലല്ല, ഇത് എന്റെ ഫോട്ടോ ആണ്, എനിക്ക് 2 വയസ്സുള്ളപ്പോ എടുത്ത ഫോട്ടോ ആണ്. അപ്പോ ആ ശരീരം ഇപ്പൊ ഇല്ല. 2 വയസ്സിലുള്ള ആ ദേഹം നിങ്ങൾ ആരെങ്കിലും ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ, അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് ആ ശരീരം മരിച്ചുപോയി, ആ ശരീരമേ ഇല്ല. അപ്പോ ഓരോ 7 വർഷം കഴിയുമ്പോഴും എൻറ്റയർ ബോഡി വിൽ ചേഞ്ച്. ശരീരത്തിലുള്ള ഓരോ കോശവും മാറും. അപ്പോ എത്രയോ പ്രാവശ്യം മരിച്ചു. നിങ്ങൾ ഗീത പഠിച്ചിട്ടുണ്ടോ? ദേഹിനോസ്മിൻ യഥാ ദേഹേ, പിന്നെ കൗമാരം യൗവനം ജരാ, പിന്നെ തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. കൗമാരം യൗവനം ജര ഒക്കെ ദേഹത്തിന് മാറി മാറി വരുന്നു. അതുപോലെ മരണവും. പക്ഷെ ഇതൊക്കെ മാറുമ്പോഴും ഇതിന് പുറകില് നമ്മള് ഒരു 2 വയസ്സിലെ ഫോട്ടോ കാണിച്ചത് എന്റെ ഫോട്ടോ ആണെന്ന് പറയുന്ന പ്രത്യഭിജ്ഞയ്ക്ക് കാരണം മാറാതെ ഇരിക്കുന്ന ഒരു ഏകാത്മപ്രത്യയമുണ്ട്. ഇതിന് പുറകില് ഞാൻ മാറാതെ ഇരിക്കുന്നു. ശരീരം മാറിക്കൊണ്ടേയിരിക്കുന്നു, ഞാൻ അതേ ആളാണ്. മനസ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നു, ഞാൻ അതേ ആളാണ്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിയൊക്കെ മാറുമ്പോഴും ഞാൻ അതേ അനുഭവമാണ്. ആ അനുഭവം മാറാതിരിക്കുന്നു. ഇതാണ് ഏകാത്മപ്രത്യയം, ഏകാത്മപ്രത്യയ സാരം എന്ന് പറഞ്ഞത്. ഇതിനെ എന്താണ് ഇതിന്റെ സ്വരൂപം എന്നറിഞ്ഞു. അറിഞ്ഞപ്പോ ഇതെന്താണ്, ഇത് കയ്യ കാല ശരീരം ഒന്നുമല്ല, അത് നമ്മുടെ ചൈതന്യമാണ്. ഇതിനെ വിചാരം ചെയ്യുക, ഇതാണ് ജ്ഞാനവിചാരം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു 10 മിനിറ്റിന് ശേഷം തുടങ്ങും. ഒരു മണിക്കൂർ ആയിപ്പോ അല്ലേ? 1 മണിക്കൂറിലധികമായോ? 1.5 മണിക്കൂറായി. 1.5 മണിക്കൂർ. അപ്പൊ ഇനി ഒരു 10 മിനിറ്റിന് ശേഷം, 10-15 മിനിറ്റിന് ശേഷം തുടങ്ങാം. അത് കുറച്ച് നേരമേ ഉള്ളൂ. അതിന് ശേഷം നിങ്ങളൊക്കെ ജ്ഞാനികളായിട്ട് പോയിക്കൊള്ളാം. പക്ഷെ ഇങ്ങനെ എന്താ പറയാ, യോഗാസനം ഒന്നും ചെയ്യരുത്. മുമ്പിലിരുന്ന് ആദ്യം ഇങ്ങനെ ഇരുന്നു, പിന്നെ ഇങ്ങനെ ഇരുന്നു, പിന്നെ റിട്ടയറായ കാരണവരെ പോലെ ആയി. ഇങ്ങനെയൊന്നും പാടില്ല കേട്ടോ. അതുകൊണ്ട് അതിന് ഉത്സാഹമായിട്ട് വന്നാൽ അടുത്ത പടി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് കാണാം.